തിരുവചന ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. For our meditation, let's focus our attention onto the book of Revelation, chapter 1, verse 18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. I am he that liveth and was dead, and behold, I am alive for evermore. Amen. And have the keys of hell and of death. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധ യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് പ്രത്യക്ഷനായപ്പോൾ താൻ അരുളി ചെയ്തായ ഒരു വാക്യശകലമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. In this passage we come across a statement that was uttered by Lord Jesus Christ following his resurrection and his appearance unto his apostle John in the island of Patmos. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. I was dead, behold, I remain alive forevermore. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. With me are the keys of death and hell. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് ഈ ഭൂമിയിൽ താനായിരുന്ന സന്ദർഭങ്ങളിൽ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് ജനത്തിന് താൻ ദൈവമെന്ന് ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തിയിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We come to comprehend during the days of Lord Jesus Christ on this planet of earth, he went on doing good unto the people. He revealed that he was God, he was the Son of God. തന്റെ ശിഷ്യന്മാരുമായി കർത്താവ് സഞ്ചരിക്കുന്ന വേളകളിൽ പലപ്പോഴും തന്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, കഷ്ടതയെക്കുറിച്ച്, മരണത്തെക്കുറിച്ചൊക്കെയും കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. In most of the contexts that he used to interact with the disciples, he would refer to his own death, crucifixion and his resurrection. അങ്ങനെ ഒന്ന് സംഭവിക്കും വരെയും അവർക്ക് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഗ്രഹിപ്പാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. From the scripture we grasp, till that got fulfilled, the disciples were not able to believe the same. ദൈവപുത്രനായ ക്രിസ്തു ഇങ്ങനെ ഒരു മരണത്തിന് അധീനരായി തീരുമെന്ന് ഒരിക്കൽ പോലും തന്റെ ശിഷ്യന്മാർ ചിന്തിച്ചിരുന്നില്ല. Nor did the disciples of Christ believe that Lord Jesus Christ would be subject to such a heinous death. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗത്തേക്ക് കയറിപ്പോകേണ്ടത് ആവശ്യമായിരുന്നു. അത് പിതാവായ ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശമായിരുന്നു. It was ordained by the Heavenly Father in his eternal plan. Lord Jesus Christ should come to the world. He must be crucified on the cross. He must die, be buried and rise again back. ഉയർത്തെഴുന്നേറ്റ യേശു യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്ന ഈ വാക്യത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ, when we observe this portion of scripture which is uttered by Lord Jesus Christ and John the Apostle, ആദ്യമായി ഞാൻ മരിച്ചവനായിരുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. he reminds, I was dead. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവനായിരുന്നു. Lord Jesus Christ was dead. മനുഷ്യവംശം ഒന്നടങ്കം മരണത്തിന് അധീനരായിരിക്കുന്നു എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. From this we understand the entire human race is prone to death. മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ പല മാർഗങ്ങൾ ഇന്ന് ജ്ഞാനികൾ കണ്ടെത്തുന്നു എങ്കിലും അതൊന്നും ഒരു പരിഹാരമായി തീരുന്നില്ല. Today the wise people find out many ways to find liberation from the grip of death. Unfortunately, everything ends in futility. മനുഷ്യന്റെ ജ്ഞാനം വളരെ പുരോഗതി പ്രാപിച്ച ഒരു കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. We are living a life in the dispensation which is noted for man's progress in wisdom. എന്നാൽ മനുഷ്യൻ മരിക്കാതെ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് മനുഷ്യൻ വളരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. Man is thoughtful as to how to get rid of this clutch of death and remain ever. ശാസ്ത്രലോകം അതിനായി കോടിക്കണക്കിന് പണം ചെലവിട്ടുകൊണ്ടിരിക്കുകയാണ്. The scientific world is spending millions of rupees for the same purpose. ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വലിയ കണ്ടെത്തലിനു വേണ്ടി അനേക പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. Many experiments are carried out in order to find out what is this origin of life. 20ാം നൂറ്റാണ്ടിൽ ശാസ്ത്രത്തിന്റെ വലിയൊരു സംഭാവനയായിട്ട് കണക്കാക്കുന്ന
ഒന്നാണ് ഹ്യൂമൻ ജിനോം പ്രൊജക്ട്. Human Genome Project is something supposed to be the greatest contribution by science in the 20th century. ജീവന്റെ ഉൽപ്പത്തി എവിടെയാണെന്ന് കണ്ടെത്തുവാൻ മനുഷ്യൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. Man is striving every now in order to find out which is the fountain, the origin of life. എന്നാൽ അതിന്റെ ഉത്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് അജ്ഞാതമായിരിക്കുന്നു, കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നാണ്. Interestingly, man is not able to find out the answer. That still becomes a factuous aspect to him. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ഈ ജീവൻ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യൻ ലഭിച്ചു എന്നുള്ളത് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് അത് ഗ്രഹിപ്പാൻ കഴിയും. From the scripture we come to understand, even at the very beginning of creation, this life man found from creator God. മരണമില്ലാത്തവനായി സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു മനുഷ്യൻ. This man was created devoid of death. എന്നാൽ പാപത്തിന്റെ ഫലമായി മരണം മനുഷ്യനിലേക്ക് പ്രവേശിച്ചു. As man committed sin, this death crept into man. അത് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, As we turn to Romans chapter 5 verse number 12, ഏകന്റെ ലംഘനത്താൽ മരണം, by the transgression of one man's sin, death. മനുഷ്യനിലേക്ക് പാപം പ്രവേശിച്ചു. പാപത്തിന്റെ ഫലമായി മരണവും രോഗവും സകല മനുഷ്യരിലും പരന്നിരിക്കുകയാണ്. Sin entered man, consequent to the commission of sin, death and curse is spread in everybody. ഈ മരണം മനുഷ്യനിലേക്ക് പ്രവേശിക്കുമ്പോൾ, When this death passed on to man, അവനുണ്ടായ ആത്മീയ മരണം മാത്രമല്ല, not only the spiritual death that he suffered, അതോടുകൂടെ അവന്റെ ശാരീരിക മരണവും ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. we come to notice, along with that process, he undergoes death in his body too. ഇത് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഒരു നിയമമായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Even today, that is counted as a law of the heavenly God. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിലും എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലുമൊക്കെ പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നും പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്നുമെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. As we turn to Ezekiel chapter 4 verse 18, Romans chapter 6 verse 23, we understand the wages of sin is death. The soul that commits a sin shall die. ഈ പാപം മുഖാന്തരമായി മനുഷ്യൻ ഇന്ന് മരണത്തിന് അടിമയായി തീർന്നുപോയി. Through this sin today, man is enslaved to death. അങ്ങനെ മനുഷ്യന് ഉണ്ടായതായ ശാരീരിക മരണം മാത്രമല്ല, Not only the physical death of man, ഒരു നിത്യമരണവും മനുഷ്യനിലേക്ക് കടന്നുകൂടി. no, an everlasting death also entered in human life. അതിനെയാണ് വിശുദ്ധ വേദപുസ്തകം രണ്ടാം മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. In the biblical language, it is called the second death. ആ രണ്ടാം മരണം നിത്യ നരകമാണ്. The second death is everlasting hell. തീയും ഗന്ധവും കത്തുന്ന നിത്യമായ തീപ്പൊയ്ക എന്ന് ദൈവവചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നു. It is everlasting lake of fire, where fire and brimstone shall be burning forever. അത് നിത്യമായ ദണ്ഡനമാണ്. It is everlasting torment. അത് രാജാവിനും ഒരുക്കിയിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. The word of God says it is prepared even for the king. അത് അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല. No distinction as to the great or the small there. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. Whomsoever is not found written in the book of life shall be cast out into this lake of fire. ആ നിത്യ നരകത്തിൽ മനുഷ്യവർഗം കടന്നു പോകാതിരിക്കേണ്ടതിന്, In order to avoid this everlasting lake of fire, പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. the heavenly Father sent his own son to this world. ഇബ്രായലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തു മരണം ആസ്വദിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. When we come to Hebrews chapter 2, we notice Lord Jesus Christ, the Son of God, tasted death. നാം മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിനായി ആ മരണം വഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണം ആസ്വദിക്കുകയാണ്. In order that we might be delivered from the clutches of death, Lord Jesus Christ in his life tasted this death. ഈ ലോകത്തിലുള്ള ആർക്കും ഒന്നിനും ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, Nobody, anything under the sun can never deliver man from the grip of death. യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, As it is mentioned in John chapter 3 verse 16, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. God so loved the world that he gave his only begotten son, that nobody should perish but everybody should attain life everlasting. മനുഷ്യവംശത്തെ സ്നേഹിക്കുന്നവനായ ദൈവം
the God who loves mankind, മനുഷ്യന്റെ ന്യായവിധിയെ കണ്ട് അതിൽ നിന്ന് വിടുവിക്കേണ്ടതിനായി തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. on seeing the impending judgment of man, he sent his only begotten Son to liberate man from this condemnation of death. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ആർക്കും രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല. Except through Lord Jesus Christ, none shall embrace this salvation. ന്യായവിധിയിൽ നിന്ന് വിടുതൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മാത്രമാണ്. Only through Lord Jesus Christ there is deliverance from judgment. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, As we turn to Acts of Apostles chapter 4, the 12th verse, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുവിന്റെ നാമമാണ്. there is only one name under heaven given among men whereby we must be saved. It is the name of Jesus. എന്തുകൊണ്ടാണ് ഈ രക്ഷണീയ സുവിശേഷം അറിയിക്കുന്നത്? Why this gospel of salvation is proclaimed? അത് സുവിശേഷത്തിന്റെ അടിത്തറ രക്ഷയാണ്. The foundation of the gospel is salvation. നാം ഒരു ആരാധനയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, One may step into the presence of God to take part in the worship. ഈ രക്ഷയുടെ അനുഭവത്തെ നാം പ്രാപിച്ചിട്ട് ചിലപ്പോൾ വർഷങ്ങൾ പലത് കടന്നുപോയിരിക്കാം. Sometimes years slipped by since we put on this experience of salvation. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി, However, a person who comes to the temple of God, അവർ ദൈവത്തോട് അടുക്കുമ്പോൾ അതിനൊരു വ്യവസ്ഥയുള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. as they draw closer to God, a condition is laid up there. അതിന് നിഴലായി പഴയ നിയമത്തിന്റെ സമാഗമന കൂടാരം നമുക്ക് കാണുവാൻ കഴിയും. As shaded to the saying, we understand the tabernacle of the congregation in the Old Testament. എല്ലാ ഇസ്രായേലിനും ആ സമാഗമന കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പാൻ അനുവാദമില്ല. All Israelites were not privileged to enter the tabernacle. ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ, A real Israelite, അവൻ പരിച്ഛേദനയേറ്റവനായിരിക്കണം. he must be circumcised. പിച്ചളത്തൊട്ടിയിൽ വസ്ത്രം കഴുകണം. His അവന്റെ garment, ശരീരം കഴുകണം. his body must be washed in അവൻ the praise of വേറെ name. വസ്ത്രം ധരിക്കണം. He must put on special garment. അങ്ങനെ പടിപടിയായി ചില ആത്മീയ അനുഭവങ്ങൾ കൂടെ മാത്രമേ അവർക്ക് കൂടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പാൻ കഴിയുള്ളൂ. Gradually, step by step, further spiritual experience through which they can enter the tabernacle. ഇസ്രായേലിന് അന്നും ഇന്നും അവരുടെ വലിയ പ്രശംസയായി ഈ പരിച്ഛേദന എന്ന വിഷയത്തെ അവർ ഉയർത്തി കാണിക്കുകയാണ്. Then, even today, Israelites consider this circumcision as an aspect of glory. എന്നാൽ വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ, Saint Paul, while writing epistle Romans chapter 2 verses 28 and 29, പുറമേയുള്ള പരിച്ഛേദന അല്ല കാര്യം, the external circumcision is no matter. അകമേയുള്ള പരിച്ഛേദന അത്രേ കാര്യം. Circumcision within is the real one. അത് പഴയ നിയമത്തിലും ആ മോശ ആവർത്തന പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. In the book of Deuteronomy, it was recorded by Moses in the Old Testament as well. എസെക്കിയേൽ പ്രവാചകനും അത് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. Prophet Ezekiel also reiterated of the same. ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. The heart's foreskin must be circumcised. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ നമ്മുടെ നടത്തിപ്പുകാരൻ അറിയിച്ചത്. Therefore last night the servant of God proclaimed, നമ്മുടെ ഹൃദയങ്ങളെ നാം മുറിക്കുന്നവരായി തീരണം. we must rend our heart. ഇന്ന് ശുശ്രൂഷകരുടെ യോഗത്തിലും അത് പറഞ്ഞിരിക്കുന്നതായിട്ട് കേൾക്കുവാൻ കഴിഞ്ഞു. This morning the Oakers meeting, the same thing was advocated. ആ ഹൃദയത്തിനൊരു വേദന ഉണ്ടായാൽ പോരാ, It is not simply suffice once a heart undergoes a pain. ഹൃദയത്തെ കീറി മുറിക്കുന്നവരായി തീരണം. That must be torn, that must be broken. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Beloved people of God who are inclined to the word of God tonight, നാം ഒരുപക്ഷെ ഒരു വിശ്വാസിയായിരിക്കാം, peradventure you may be a believer. അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തെ നമ്മൾ പ്രാപിക്കാത്തവരായിരിക്കാം. We haven't experienced this എന്നാൽ one. മരണം, നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള ആ വലിയ വേദനയുടെ അനുഭവം നമുക്കുണ്ടാകണം. We have to undergo the great pain through Lord Jesus Christ in order to find deliverance from that everlasting death. അതിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ച് ആ ക്രൂശിങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്നവരായി തീരുന്നെങ്കിൽ, For the same purpose, if you are meditating on the sufferings Lord Jesus Christ suffered on the cross of Calvary, and to cry unto Him, യാതൊരു മുഖപക്ഷവുമില്ലാതെ ഇന്നും യേശു വിളിക്കുകയാണ്. without any respect of persons, even today, Jesus beckons you. ആ വലിയ രക്ഷയെ സ്വന്തമാക്കുവാനായി
നാം ഒരു തകർന്ന ഹൃദയത്തോടെ ദൈവത്തോട് അടുക്കുന്നവരായി തീരാം. With a broken heart, we must draw closer to the Lord, in not inherit that great salvation. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം വരുമ്പോൾ As we turn up to the presence of God, അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ പിന്നീടുള്ള അനുഗ്രഹങ്ങൾ ഒന്നും തന്നെ പ്രാപിപ്പാൻ കഴിയുന്നതല്ല. unless we undergo such an experience, the further blessings cannot be received in our life. അതുകൊണ്ടാണ് പൂർണ്ണമാക്കപ്പെട്ട സഭയോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാനസാന്തരപ്പെട്ടുകൊള്ളുക എന്ന ദൂത് നൽകുന്നത്. Therefore, even unto the perfect church, the angel of God gives a message, repent. അത് മാനസാന്തരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രക്ഷയുടെ സന്ദേശം എന്ന് പറയുന്നത് അത് പുനരുത്ഥാനം വരെയും തുടരേണ്ടതാണ്. Repentance at the expense of salvation is something that should continue up to resurrection. കർത്താവ് ഇപ്രകാരം പല ഉപമകളായി പറഞ്ഞതിൽ ഒരിക്കൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. In the ways of parables, the Lord narrated many things. In one context, it is specified. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ Luke's Gospel chapter 15 verse number 7. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുകയാണ്. In heaven, one sinner that repenteth more than over 99 just persons which need no repentance. ദൈവമക്കൾ അത് ചിന്തിക്കണം. Just think about these people of ഇന്ന് God. ഇവിടെ ആയിരക്കണക്കായി പ്രിയപ്പെട്ടവർ കൂടി വന്നിരിക്കുകയാണ്. Thousands of people have gathered here this ഈ evening. കൂടിവരെ മുഖാന്തരമായി ഒരു അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ Through this gathering, if we have to experience a blessing in our life, ആ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയുടെ കൂട്ടത്തിൽ നാം ആയിരിക്കണം. we must be categorized under the band of one sinner who repents. അവരെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുകയാണ്. About them, heaven is rejoicing. ഇന്നിവിടെ ഇരിക്കുന്ന ആരെല്ലാം അതിനായി തങ്ങളെ സമർപ്പിക്കും. In this congregation, whoever shall submit, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുവാൻ, being in the presence of God, to cry unto Him, നമ്മുടെ അവസ്ഥയെ ഓർത്ത് കരയുവാൻ, to think about the state and weep over, നന്നായി അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെ ഭയത്തോടെ അടുത്ത് ചെല്ലുവാൻ, with the fear to be drawn closer to the Lord who knows us thoroughly. ഇപ്പോൾ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു എങ്കിൽ Now, if we surrender ourselves, കാൽവരിയിലെ രക്തം നമ്മുടെ ശിരസിന്മേൽ വീഴുവാനിടയാകും. the blood of Calvary is going to be spilled upon our head. ആ കാൽവരിയിലെ രക്തം നമ്മുടെ ദേഹാത്മദേഹികളെ വിശുദ്ധീകരിക്കുവാനിടയാകും. That blood of Calvary is able to sanctify our body, soul and spirit. അങ്ങനെയുള്ളവർക്ക് മരണത്തിൽ നിന്നൊരു വിടുതൽ ഉള്ളതായി കാണുവാൻ കഴിയുന്നു. We understand such can find a deliverance from the grip of death. വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ As we turn to Hebrews chapter 2 verses 14 and 15, അവിടെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്ന് എഴുതിയിരിക്കുകയാണ്. Lord Jesus Christ abolished death, who has got power over death by His death on Calvary. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു. The people who were under the grip of death forever, by His death He delivered them all. ആരെങ്കിലും ആ നിലയിൽ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ, Still, if anybody is in such a state here, പ്രിയ സഹോദര സഹോദരി, beloved sister, dear brother, നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ as you return from here, ഈ ഭയവുമായി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. you need not go back holding fast the same fear. ഞാൻ മരിക്കുമെന്നുള്ളതായ ചിന്ത നിങ്ങൾക്ക് ആവശ്യമില്ല. You need not persist till the thought, I will die. എന്നാൽ മരണ ഭയത്തിൽ നിന്ന് വിടുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മുഖാന്തരമായി നമുക്ക് ലഭിച്ചതാണ്. Through the death of Lord Jesus Christ on the cross of Calvary, we got the deliverance from the fear of death. ഇത് വെറും വാക്കുകളല്ല, Not mere statements. അങ്ങനെ ആയിരുന്ന എത്രയോ ആയിരക്കണക്ക് പ്രിയപ്പെട്ടവരെയാണ് മരണഭീതിയിൽ ദൈവം വിടുവിച്ചിരിക്കുന്നത്. Thousands of people who were under the spell of the fear of death, Lord Jesus Christ liberated them. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മുഖാന്തരമായി ഇന്നും ആയിരങ്ങൾ ഈ വലിയ രക്ഷയെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. By the death of Lord Jesus Christ on the cross of Calvary, even today, tens of thousands of people attain this deliverance and salvation. നമ്മുടെ കർത്താവ് എപ്രകാരമാണ് ഈ മരണത്തെ ജയിച്ചത്?
How did our Lord Jesus Christ conquer this death? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ As we turn to Acts of the Apostles chapter 2 verse number 24, അവൻ മരണപാശങ്ങളെ അഴിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. we read he loosed the pains of death. മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. The pains, the cords of death could not control him. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. Our Lord Jesus Christ rose up. അത് 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിന്റെ നിവൃത്തിയും കൂടെ ആയിരുന്നു. It is also a fulfillment of what is mentioned in Psalm 16, the 10th verse. എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല. My Holy One shall not be allowed to see corruption. യഥാർത്ഥമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവനായിരുന്നു. Indeed, our Lord Jesus Christ was dead. അരിമത്യയിലെ യോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തിരുന്നതാണ്. His body was buried in the sepulchre of Matthew of Arimathea. അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് കേട്ട് ഭയപ്പെട്ട് അവൻ ഒരു കാലവും വെളിയിൽ വരുവാൻ പാടില്ല എന്ന നിലയിൽ റോമൻ ഗവൺമെന്റ് അവന്റെ കല്ലറയ്ക്ക് മുദ്ര വെച്ചു. Heeding to the statement he pronounced while he was yet alive that he must not come out of the sepulchre, Roman government buried him there and put a strong seal. അവൻ ഒരു നാളും ഉയർത്തു വരുവാൻ പാടില്ല എന്നവർ ചിന്തിക്കുകയാണ്. At any cost, in any way, he must not come out. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? However, what was the work of God? നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വച്ചിരിക്കുകയാണ്. Centuries ago, it had been written, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല. My Holy One shall not be allowed to see corruption. അടക്കം ചെയ്ത 3-ാം നാളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു റോമൻ കല്ലറയെ ഭേദിച്ചു, റോമൻ മുദ്രയെ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. On the third day after the burial, Lord Jesus Christ destroyed, crushed the seal of the Roman government forever and raised up from the dead. ആ കർത്താവായ യേശുക്രിസ്തു ഉയർത്തതിന്റെ ഫലമായി, as Lord Jesus Christ rose up from the dead, അവന്റെ മരണ നിമിത്തമായി, consequent to the death of Lord Jesus Christ, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ 2 Timothy chapter 1 verse number 10, അവൻ സുവിശേഷത്താൽ മരണം നീക്കി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. by the gospel he abolished death. ഇനി മരണത്തിന് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. Death has no role here. തന്റെ മരണത്താൽ അവൻ മരണത്തെ നീക്കുകയാണ് ചെയ്തത്. By his death he dismissed, abolished our death. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ജനങ്ങൾ ഇന്ന് ദൈവത്തിൽ സന്തോഷിക്കുന്നത്, ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. That's why the people of God are rejoicing in the Lord today, getting strengthened in the Lord. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ, As we turn to 1 Corinthians chapter 15, 54-ാം വാക്യത്തിൽ, verse 54, അതിന്റെ 26-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ, again verse 26, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. the word is fulfilled, death is swallowed up by victory. എപ്പോഴാണ് സംഭവിക്കുന്നത്? When does this take place? ഉയർപ്പിന് ശക്തിയാൽ നാം ഉയർപ്പിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. There's a time we are quickened by the power of resurrection. ഇന്ന് ഇത് ദ്രവത്വമായ ശരീരമാണ്. Today this is a corruptible body. എന്നാൽ ഇതൊരു അദ്രവത്വത്തെ പ്രാപിക്കുവാൻ പോകുകയാണ്. This is going to put on something that is incorruption. ആ ദൈവമക്കളുടെ സന്തോഷം അതാണ്. That's the joy of the people of God. ഇന്ന് നാം ക്ഷയമുള്ള ഒരു ശരീരത്തിലാണ് കാണപ്പെടുന്നത്. Today we are in a wild body. ഒരു പ്രാകൃതമായ ശരീരമാണ് നമുക്ക് ഇന്നുള്ളത്. Today we have a natural body. എന്നാൽ ഇത് അദ്രവത്വമായി തീരുവാൻ പോകുന്നു. This is going to put on immortality. ഇത് ആത്മീയ ശരീരമായി തീരുവാൻ പോകുന്നു. This is going to be a spiritual body. ഒരു അപമാന ശരീരമാണ്. This is a body of dishonor. എന്നാൽ ഇത് തേജസ്സേറിയ ശരീരമായി തീരാൻ പോകുകയാണ്. This is going to be a body of glory. ഉയർപ്പിൻ ശരീരം അത് എത്രയോ വിശേഷതകളുള്ളതാണ്. The body of resurrection is something great and glorious. ആ പ്രത്യാശയോടെയാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. With the same hope of God, people of God turn their life today. യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു. Jesus says, I was dead. അതിനാൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. We think about the blessings that we receive therefrom. നമ്മുടെ യേശു മരിച്ചതിനാൽ, as our Jesus died, ആ മരണത്തിന്റെ ന്യായവിധി നമ്മിൽ നിന്ന് അവൻ ചുമന്നൊഴിച്ചിരിക്കുകയാണ്. he abolished the judgment due to that death. അങ്ങനെ ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരത്തെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. In this congregation, anybody who enjoys that liberty in the spirit, lift up your right hands and shout hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവൻ മാത്രമല്ല, Our Lord Jesus Christ was not only dead. അടുത്തത് യോഹന്നാൻ അപ്പോസ്തലനോട് യേശു പറഞ്ഞത് എന്താണ്? And John the Apostle, what did the Lord say? ഇതാ ഞാൻ എന്നേക്കും ഉയർത്തിരിക്കുന്നു. Behold, I'm alive forever. ഞാൻ എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. Forevermore, I'm alive. ആ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ When we think about the same subject, ആദ്യമായി മത്തായി സുവിശേഷം 28 അധ്യായം ആരംഭം മുതൽ വായിക്കുമ്പോൾ, as we turn to Matthew's Gospel, chapter 28, go through from the first verse onwards, അതൊരു ചെറിയ കാര്യമായിരുന്നില്ല. it was not a minor affair. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്ന ഒരു രഹസ്യ കാര്യമായിരുന്നില്ല. The death of Lord Jesus Christ was not a subject of secrecy. കർത്താവിന്റെ ഉയർപ്പും അതൊരു രഹസ്യ കാര്യമല്ല. Even the resurrection of Lord Jesus Christ is not matter of secrecy. ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ആരും അറിയാതെ സംഭവിച്ച ഒരു കാര്യമല്ല അത്. It is not something mysterious that took place at some remote corner of the world. ദൈവത്തിന്റെ വചനം നമ്മെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. The word of God teaches in this way. 6 മണിനേരം മുതൽ 3 മണിനേരം വരെയും വലിയ ഇരുട്ടുണ്ടായി എന്നാണ്. From the 6th hour till the 3rd hour, there was gross darkness. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, Once Lord Jesus Christ was crucified, അത് ഞാൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. this is my opinion. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സൃഷ്ടികളുടെ ഉടയവനാണ്. Lord Jesus Christ was the author of creation. ഇന്നും മനുഷ്യബുദ്ധിക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത പ്രകാശ ഗോളങ്ങൾ, Even today, to human brain, it is unreachable such light spheres. അതോടൊപ്പം തന്നെ ഈ ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് പട്ടാപ്പകൽ ആ നട്ടുച്ചയ്ക്ക് ഉദിച്ചു നിന്ന സൂര്യൻ, Besides the sun that is illuminating the whole universe today, അതോടുകൂടെ സകല പ്രകാശഗോളങ്ങളും, all the radiant spheres, അത് മങ്ങിപ്പോയി, they got eclipsed. അത് കണ്ണടച്ചു കളഞ്ഞു. They winked it. കാരണം എന്താണെന്നറിയാമോ? Why? അതേ സൃഷ്ടിതാവിന്റെ ആ ക്രൂരമായ അവസ്ഥയും ആ മരണവും കാണുവാൻ അതിന് കെൽപ്പുണ്ടായില്ല. No, they were not able to behold the pitiable sight. The Creator, the author is destroyed in this fashion. യേശു കാൽവരിയിലായിരിക്കുമ്പോൾ ഭൂതലം അങ്ങനെ ഇരുണ്ടുപോയി. Thus, when the Lord was on the cross of Calvary, the whole universe got darkened. അതേ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സമയത്തെ നോക്കുക. Let us observe the time in which Lord Jesus Christ resurrected. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ, Early morning on the first day of the week, ബലവാന്മാർ കാവൽ കാത്തുകൊണ്ട് നിന്നുകൊണ്ടിരുന്ന യേശുവിന്റെ കല്ലറയിങ്കൽ it is at the sepulchre which was guarded by the mighty valiant watchmen. ഒരു ഉഗ്ര ശബ്ദമുണ്ടായി. A thunderous voice reverberated. അവന്റെ കല്ലറയുടെ വാതിലിൽ വെച്ചിരുന്ന കല്ല്, The stone that was kept on the mouth of the sepulchre, റോമൻ ഗവൺമെന്റിന്റെ ശക്തിയേറിയ മുദ്ര, it is sealed by the powerful seal of the Roman government. ഇപ്പോൾ ഈ കല്ലറയുടെ വാതിന് കല്ല് തെറിച്ചു പോകുകയാണ്. From the mouth of the sepulchre, this rolls away. അതൊരു ദൂതൻ ഉരുട്ടി മാറ്റി എന്ന് എഴുതിയിരിക്കുകയാണ്. It is written, an angel rolled it out. ഉറപ്പിച്ചു വച്ചിരുന്ന ആ കല്ലിനവിടെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. അത്ര ശക്തിയേറിയ ഒരു സംഭവം അവിടെ ഉണ്ടായി. The stone that was perched there strongly, it was not able to remain there. It was shaken by a mega power. വലിയ ഭൂകമ്പമുണ്ടായി. A great earthquake hit the place. പാറ മലകൾ അത് പൊട്ടി തകരുവാൻ തുടങ്ങി. Rocks, mountains started trembling. അനേക വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കുവാൻ തുടങ്ങി. Graves of many saints started opening. ഇങ്ങനെ അനവധി സംഭവങ്ങൾ ആ സന്ദർഭത്തിൽ ഉണ്ടാകുകയാണ്. Many conspicuous events resulted in that hour. പ്രിയരെ, ഇതൊരു രഹസ്യ സംഭവമല്ല. Beloved ones, this is not something mysterious. ഭൂതലം ഒന്നടങ്കം ആ ശക്തി അറിഞ്ഞതാണ്. The whole earth witnessed the same power. ഇപ്പോൾ ഈ കല്ലറയുടെ അടുക്കൽ ഭാരപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളോട് എന്താണ് ദൂതന്മാർ പറയുന്നത്? And the women folk got heavily laden and burdened and grievous. What does the angel say? നിങ്ങൾ അന്വേഷിക്കുന്നവനായ യേശു ഇവിടെയില്ല. Very Jesus whom you seek is no more here. അവനെ വച്ച ഇടം വന്ന് കാണുവീൻ. Come and see why his body was laid. അവൻ ഇവിടെയില്ല. He is not here. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. He is risen. ഇന്നും യേശുവിന്റെ കല്ലറയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. It is said, it is written on the sepulchre of Christ Jesus. നമ്മുടെ Even today, യേശു കല്ലറയിൽ ഇരിക്കുന്നവനല്ല. our Jesus cannot be limited. നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റവനാണ്.
ചെയ്യുകയാണ്. Jesus is risen. കല്ലറയെ വിട്ടവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. He departed from the sepulchre, rose up. അവൻ എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. Forever he is risen. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യമായി തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു സന്ദേശം തിരുവെഴുത്തിൽ നമുക്ക് കാണാം. The resurrected Jesus, for the first time, he gave a message unto the disciples, which is mentioned in the scripture. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം ദയവായി വായിക്കാം. John's Gospel, chapter 20, let's read the 10th verse. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ എന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം. Peace be unto you. ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. Our Lord Jesus Christ, who resurrected, now coming in the midst of his disciples and says, peace be unto you. നമ്മുടെ കർത്താവ് അവരുടെ നടുവിൽ അങ്ങനെ വരുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. Never did they expect that the Lord would arrive there in that fashion. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ കലങ്ങിയിരിക്കുകയാണ്. They were confounded as to what to be done. ഇപ്പോൾ അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. What is going to take place in the ensuing moments? എന്നാൽ അവർ വാതിലടച്ചിരിക്കെ As they kept within the doors, യേശു ക്രിസ്തു അവരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. Lord Jesus Christ stood in the midst of them and said, peace be unto you. ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യന്റെയും ജീവിതത്തിൽ ഇന്നും ഈ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. In the life of anyone who believes in the resurrected Lord Jesus Christ, even today, you can hear this voice in your life. ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, What may be the problem you encounter, ഏത് വിധത്തിലുള്ള ഭാരങ്ങളുമായിക്കൊള്ളട്ടെ, whatever is the heaviness that haunts you, ഏത് വിധത്തിലുള്ള രോഗവുമായിക്കൊള്ളട്ടെ, whatever is the sickness that afflicts you. ഇപ്പോൾ നാം ഇവിടെ ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Just now we listen to a testimony. നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ ദൈവമാണ്. Our Lord Jesus Christ is a God of peace. അതിനുള്ള ശിക്ഷ അവൻ വഹിച്ചു കഴിഞ്ഞു. He bore the chastisement upon him. ഇപ്പോൾ തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തു വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. The glorified Christ stands in the midst and says, peace be unto you. ഇതൊരു വെറും വാക്കായിരുന്നില്ല. This is not a vain promise. അതേ, ശിഷ്യന്മാരുടെ ഭാഗ്യം നോക്കുക. Look at the fortunate nature of the disciples. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവരുടെ കണ്ണാലെ അവർ കാണുകയാണ്. With their physical eyes, they got the privilege to behold the resurrected Christ Jesus. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കുകയാണ്, Let me ask the members of this congregation. നമ്മുടെ ആത്മീയ നയനങ്ങളാൽ ഈ യേശു എന്റെ മുമ്പിൽ നിൽക്കുന്നെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? With the inner vision, how many can say, my Jesus is standing beside me? ഉയർത്തെഴുന്നേറ്റ യേശു എന്റെ മുമ്പിലുണ്ട്. Resurrected Jesus is standing before അതേ, me. ഈ കൺവെൻഷൻ ബന്ധന്റെ നടുവിൽ നമ്മുടെ കർത്താവ് നിൽക്കുകയാണ്. The Lord is moving in the midst of this convention bundle. ഓരോ ഹൃദയങ്ങളെയും അവൻ ശോധന ചെയ്യുന്നവനാണ്. He is searching every heart. ഇന്ന് ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം, What is the purpose with which you have been brought here? ഉയർത്തെഴുന്നേറ്റ യേശു മുഖാന്തരമുള്ള സമാധാനം പ്രാപിച്ചുകൊണ്ട് ഇവിടുന്ന് പോകണം. You have to obtain the peace through Lord Jesus Christ who rose up. സമാധാനം പ്രാപിപ്പാൻ കഴിയാത്ത അനേക കലക്കങ്ങളെ കാണുവാൻ കഴിയും. We come across many troubles whereby you are not able to have real peace in your life. അനേക ഭാരങ്ങളുമായി ദൈവസന്നിധിയിൽ വന്നിരിക്കാം. Many have come to the presence of God with a different heaviness. രോഗങ്ങളുമായി ദൈവസന്നിധിയിൽ വന്നിരിക്കാം. With a sickness, he might have come to the presence of God tonight. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, In the spirit, let me tell you, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക്, the place where you are, നിങ്ങളുടെ അവസ്ഥ അറിയുന്നവനായ യേശു Jesus who knows your real state, ഇതാ തന്റെ വചനത്തിന്റെ ശക്തിയെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. behold, he is sending the power of his word. അതെ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, In order to heal your sickness, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, to effect remedy to your ദുഃഖങ്ങളിൽ burning നിന്നെ issues, വിടുവിക്കുവാൻ, to liberate you from the situation, നിനക്ക് വലിയ സമാധാനം തരുവാൻ to command great peace in your life. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. Our Lord Jesus Christ is moving. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മുഖാന്തരമുള്ള ദൈവീയ സമാധാനം നാം അനുഭവിക്കുന്നവരായി തീരണം. We must be able to experience the great peace through that resurrected Lord Jesus Christ in our life.
കർത്താവ് ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു. During the days of Lord Jesus Christ in this world, യോഹന്നാന്റെ he സുവിശേഷം himself stated, 14 അധ്യായം 27 വാക്യം വായിക്കുമ്പോൾ, John's Gospel chapter 14 verse 27, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. Behold, I give you my peace. അത് ലോകം തരുന്നത് പോലെയല്ല. It is not like the one given by the world. ഈ ലോകത്തിന് അത് എടുക്കാനും കഴിയുന്നതല്ല. Nor can this world take it away. ഇതാ ദൈവമക്കൾക്ക് സന്തോഷമെന്ന് പറയുന്നത്. This is a source of joy to the people of നമുക്ക് God. ലഭിച്ചിരിക്കുന്ന സമാധാനം ഒരു ശക്തിക്കും എടുക്കാൻ കഴിയില്ല. The peace God has given us cannot be taken away by any force under the sun. സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരു വലിയന് ധനിയനും ജ്ഞാനിയുമായ ഒരു മനുഷ്യനെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. The Bible will notice a rich and a wise man who came short of his peace. ലോകത്തിൽ നല്ല പദവികളൊക്കെ ഉണ്ടായിരുന്നു. He was holding good positions in the world. മതപരമായി നല്ല സ്ഥാനവും മാനവും തനിക്കുണ്ടായിരുന്നു. Religiously speaking, he had comfortable position and honor. കുടുംബപരമായി നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നു. Based on the society, he was well off. തനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. He was highly educated too. എന്നാൽ തന്റെ നിലവിളി എന്തായിരുന്നു? Paradoxically enough, what was his cry? റോമാലേഖനം 7 അധ്യായം 24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, Romans chapter 7 verse 24. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. Lo, wretched that time. എന്റെ ധനം കൊണ്ട് എന്ത് പ്രയോജനം? With my riches, what is the profit? അതെ, ലോകത്തിലുള്ള എല്ലാ പ്രശംസകളും ഉണ്ടെങ്കിലും എന്ത് പ്രയോജനം? I have all the glory in the world. It is fruitless at all. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നൊരു നിലവിളി ഉയരുകയാണ്. From the caverns of the conscience, a cry is coming out. മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാ പദവികളും ഉണ്ടെങ്കിലും Before others, he is a gentleman. തന്റെ അവസ്ഥ എന്താണ്? What is his real state? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. Oh, miserable I am. ഈ മരണത്തിന് അധീനമായ എന്റെ ശരീരത്തിനെ ആര് വിടുവിക്കും? Who shall deliver me? This body that is of death. താൻ അനുഷ്ഠിച്ചു പോരുന്ന പ്രമാണങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നില്ല. The law that he had been following was not able to supply any deliverance. ന്യായപ്രമാണം തന്നെ അതിൽ നിന്ന് വിടുവിക്കുന്നില്ല. The law was not able to liberate him therefrom. തനിക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. He has a desire to do good. തന്റെ നിലവിളി എന്താണ്? What is his cry? അത് എനിക്കത് കഴിയുന്നില്ല. I am not able to exercise it. കാരണം എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് വേറെ ഒരു പ്രമാണം പോരാടുകയാണ്. There is another law fight against the law of my wisdom. അതിനെ പാപപ്രമാണമെന്നാണ് പറയുന്നത്. It is branded the law of sin. മനുഷ്യ ശരീരത്തെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പാപപ്രമാണം അവനെ ബദ്ധനാക്കി കളയുകയാണ്. The law of sin which is enslaving man is captivating his life. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന സമാധാനം ജീവിതത്തിൽ ലഭിക്കുന്നില്ല. Therefore he is not able to imbibe the desired peace in his life. അങ്ങനെ ഇന്ന് എത്രയോ പ്രിയപ്പെട്ടവർ രാത്രികാലങ്ങളിൽ ഉറക്കം പോലും ഇല്ലാത്തവരായി തീർന്നു പോകുന്നു. In the current world, many people come short of real peace and sleep in their life tonight. മറ്റുള്ളവരുടെ മുൻപിൽ ഭംഗിയായി വെളിപ്പെടുന്നെങ്കിലും Even though something else is appearing before them, something sweet, ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. there is restlessness in their practical life. എന്താണ് ഇതിന്റെ കാരണം? What is the root cause? അത് ശരിയായ നിലയിൽ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല. What is to be cast out from their life has not been uprooted. പ്രവാചകൻ പറയുന്നു, സമാധാനം ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം പറയുന്നു. The prophet says, my God says, no peace unto the wicked. അവരുടെ ഹൃദയം കലങ്ങിമറിയുന്ന കടല് പോലെയാണ്. Their heart is like the sea that is troubled and tossed up. അത് ചേറും ചെളിയും മേലോട്ട് തള്ളുകയാണ്. It is pumping up mire and clay. അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. It is not able to contain ഒരു itself. സ്വസ്ഥതയില്ലാത്ത ഒരു അവസ്ഥ. A state in which no rest ഇന്ന് ഈ at വചനം all. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Beloved ones, listening to the word of God tonight, നമ്മുടെ മാനസിക അവസ്ഥ നമ്മുടെ ദൈവം അറിയുന്നു. our Lord knows our psychological state. ആരാണ് സ്വസ്ഥതയോട് ഇരിക്കുന്നവർ? Who can hold his peace? ആരാണ് ഈ ദൈവിക സമാധാനം അനുഭവിക്കുന്നവർ? Who can enjoy this divine peace? യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, The ones who are sanctified by the blood of Jesus. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനാലുള്ള സമാധാനം ലഭിച്ചവർ, Those who embrace the peace by the Lord Jesus Christ who resurrected. എന്തെല്ലാം സംഭവിച്ചാലും Whatever befalls, അങ്ങനെയുള്ളവരുടെ ജീവിതം ഉറപ്പോടിരിക്കുകയാണ്. their life becomes steadfast. അവർ കലങ്ങിപ്പോകുന്നില്ല. They are not confounded. എന്താണ് അതിന്റെ കാരണം? Why? What's the reason? നമ്മുടെ യേശു നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. Jesus has given us the promise. നാം അത് വിശ്വസിക്കുകയാണ്. We must believe ഒരു it. കാലത്ത് മരണത്തെ ഭയപ്പെട്ട് നിലവിളിച്ച മനുഷ്യൻ, The man who feared death in the time past and cried aloud,
ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് at the gate of Damascus, സൂര്യ വെളിച്ചത്തെ കവിയുന്ന ഒരു വെളിച്ചം അവനെ ചുറ്റിമിന്നി. the light that was outshining the sun's light അതേ shone തുടർന്ന് around him. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ അവൻ പ്രാപിക്കുവാനിടയായി. In furtherance, he was able to enjoy heavenly blessings through Christ Jesus. അവനൊരു അത്ഭുത മനുഷ്യനായി മാറ്റപ്പെടുകയാണ്. He was translated into a wonderful man, അത് സുവിശേഷത്തിന് എതിരായിരുന്നവൻ, the one who was an enemy to the gospel, നസറേനായ യേശുവിന്റെ മാർഗത്തെ മുടിക്കുവാൻ തീരുമാനിച്ചവൻ, the one who was hell-bent to destroy the ways of Lord Jesus Christ. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വഹിക്കുന്ന ഒരു മാനപാത്രമായി മാറ്റപ്പെടുകയാണ്. He becomes a vessel of honor who is holding fast the name of Lord Jesus Christ now. അവന്റെ ഹൃദയം ദൈവ സ്നേഹത്താൽ നിറഞ്ഞു. His heart is brimming with the love of God. അതാണ് നമ്മെ ഓർപ്പിച്ചത്. That is what we have been ആ reminded. വലിയ വെള്ളപ്പൊക്കം പോലെ കവിഞ്ഞൊഴുകുന്ന ഒരു ആ ദൈവ സ്നേഹത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരിക്കുകയാണ്. An experience of the love of God that's like a huge flood should come into our life. ഇത് അനുഭവിച്ച മനുഷ്യൻ, The man who tasted this experience, അവൻ ദൈവ വചനത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തി, being inspired by the Spirit of God, in the word of God, he records so. കഷ്ടതയോ പട്ടിണിയോ Sufferings, starvation, നഗ്നതയോ ആപത്തോ കഷ്ടതയോ വാളോ nakedness, peril, sword, danger, എന്തു വന്നാലും whatever comes, എന്റെ കർത്താവിന്റെ സ്നേഹത്തിന് പിരിക്കുവാൻ കഴിയുന്നതല്ല. nothing can separate me from the love of my Jesus. ദൈവസ്നേഹത്താൽ നിറയുന്ന ദൈവമക്കൾക്ക് മാത്രമേ അത് പറയുവാൻ കഴിയുള്ളൂ. The people of God who are filled by the love of God alone can shout this testament. നാം ഏതവസ്ഥയിൽ പോകേണ്ടി വന്നാലും, Whatever is the state that we have to നമ്മുടെ undergo, ഹൃദയം ദൈവ സ്നേഹത്താൽ നിറയുന്നുവെങ്കിൽ if our heart is filled with the love of God, അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് പറയാം, the people who experience can എന്റെ say, കർത്താവിന്റെ സ്നേഹത്തിന് പിരിക്കുവാൻ കഴിയുന്നതല്ല. this cannot be separated, I cannot be separated from അതെ, the love of my ഇന്ന് Jesus. രാത്രി എത്ര പേർക്ക് അതിന് നന്ദിയുണ്ട്. Tonight, how many are grateful for the ആരുടെയെല്ലാം same? ഉള്ളവ ദൈവസ്നേഹത്താൽ നിറയുന്നു. How many hearts are filled with the love of God? എന്റെ കർത്താവ് ആ സ്നേഹത്താൽ എന്നെ നിറച്ചിരിക്കുന്നത് ധൈര്യം എത്ര പേർക്കുണ്ട്. How many have the boldness to claim, my Jesus has filled my heart with his love? അത് പ്രാപിച്ചില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, If anybody still remains who hasn't had this experience, അത് ഈ മീറ്റിംഗിന്റെ മധ്യേ ആ സ്വർഗീയ അനുഗ്രഹം നമുക്കിവിടെ വാഗ്ദത്തം ചെയ്യുകയാണ്. as this meeting is underway, that heavenly blessing is promised unto you. കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ, If you believe in the Lord, ഈ പ്രാർത്ഥനാപ്പായിലിരുന്ന് ഈ കസേരയിലിരുന്ന് നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു എങ്കിൽ, while on the chair, on the mat, in the worshiping place, if you believe in the Lord, ഈ ദൈവത്തിന്റെ വചനം സത്യമാണെങ്കിൽ, if the word of God is true, നിശ്ചയമായി നിങ്ങളുടെ സമാധാനമില്ലാത്ത അവസ്ഥയ്ക്ക് ഇന്ന് രാത്രി പരിഹാരം തരുവാൻ പോകുകയാണ്. indeed, the Lord is going to effect answer to the peaceless state of your life. ഉയർത്തെഴുന്നേറ്റ യേശുവിൽ നാം ആശ്രയിക്കുന്നവരായിരിക്കണം. We must build our trust in Jesus Christ who resurrected. എനിക്ക് ഒരു സംഭവകഥ ഇങ്ങനെ ഓർമ്മ വരികയാണ്. And even it comes in my memory. ഒരു 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഉറക്കിക്കെടുത്തിട്ട് മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയി. A boy aged 4 years that was kept in the cradle, parents went out to engage in work. പിതാവ് ഉപജീവന മാർഗത്തിനായി ഒരു കൂലിപ്പണിക്കായിട്ട് പോകുന്ന മനുഷ്യനാണ്. The father was a casual laborer. മാതാവ് ഏതോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് വെളിയിലേക്ക് പോയി. Mother, for something important, the child was put to sleep, kept in the cradle, she went out. അതൊരു ഓലപ്പുരയായിരുന്നു. It was a thatched roof. ഒരു സാധു കുടുംബം, It's a poor family. അവർക്കൊരു പത്തായം ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലാണ് ഈ കുഞ്ഞിനെ ഉറക്കി കിടത്തിയത്. They had a wooden cage to keep the paddock on, upon which this child was kept. ഈ പെരയ്ക്ക് തീ പിടിച്ചു. This caught fire. തീ ഇങ്ങനെ പടർന്ന് അതിവേഗത്തിൽ തീ കത്തി എരിയാണ്. As it became a bang that was very serious now, അയൽവാസികളെല്ലാം ഓടിക്കൂടി. neighbors gathered around. ഈ കുഞ്ഞിനെ നോക്കിയപ്പോൾ തീ ഇങ്ങനെ കയറി വരികയാണ്. To the surprise of the child, now this becomes serious. അത് ഓല നീക്കി പെരയുടെ മുകളിലേക്ക് കയറി. And he just removed the roof and he mounted on the roof. അവിടെ നിൽക്കുന്നവരെല്ലാം പറയുകയാണ്, മോനെ കൈ ഇങ്ങോട്ട് ചാടെന്ന് കൈ നീട്ടി പറയുകയാണ്. All the visitors, onlookers say, my child jumped to my hands. എന്നാൽ അവൻ ചാടിയില്ല. He did not jump. അവന്റെ പിതാവ് ഇതെങ്ങനെയോ അറിഞ്ഞു.
news reached his father. അതിവേഗം ഓടി വന്നു. He rushed to the spot. അതെ, താൻ ആ വീടിന്റെ അടുത്തിലെ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് മോനോട് പറഞ്ഞു എടുത്ത് ചാടാൻ പറഞ്ഞു. He was coming closer to the house that was caught fire. He now gives a direction, jump to my hand. പറഞ്ഞു തീരും മുമ്പേ അവൻ എടുത്തൊരു ചാട്ടം വെച്ചു കൊടുത്തു. Before that he ended, he jumped to the hands of the father. ആ തീയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. He got rescued from the fire. അവിടെ ഒരുപാട് അപ്പച്ചന്മാര് ചാടാൻ പറഞ്ഞു. Many senior people gave the direction to jump. അവൻ ചാടിയില്ല. He did not jump. കാരണം എന്താണെന്നറിയാമോ? Why? ഇവരെ ആരെയും അവന് വിശ്വാസമില്ല. He did not put trust in none of them. അങ്ങനെ ലോകത്തിൽ അനേകര് നിങ്ങളോട് ചാടാൻ പറയും, ചാടരുത്. Thus many people give you a direction, jump, do not jump. എന്നാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് പറയുകയാണ്, Your heavenly father says, അവൻ രണ്ടു കൈ നീട്ടി വിളിക്കുകയാണ്, he holds, stretches both മകനെ the hands എന്റെ and cries, സമാധാനം ഞാൻ നിനക്ക് തരാം. my son, I'll give you my മകളെ peace. എന്റെ സമാധാനം ഞാൻ നിനക്ക് തരാം. Daughter, I'll give you my നിന്റെ peace. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ നൽകാം. I'll effect remedy to the issues ആ of your കർത്താവിൽ life. വിശ്വസിക്കുന്നവർ നിശ്ചയമായും അവനിൽ തന്നെ ആശ്രയിക്കും. Those who believe in the Lord, you shall put your trust indeed in him. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗത്തേക്ക് കയറിപ്പോയി. Our Lord Jesus Christ rose up, ascended to the right hand side of the heavenly Father. എബ്രായ ലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. Hebrews chapter 7 verses 24 and 25 speak about the same. അവൻ ഉയരങ്ങളിൽ കയറി പിതാവിന്റെ വലഭാഗത്തേക്കാണ് കയറിപ്പോയത്. He ascended to heaven to the right hand side of the heavenly Father. അവിടേക്ക് അവൻ കയറിപ്പോയതിന്റെ ഫലമായി അവൻ നമുക്ക് മധ്യസ്ഥനായി അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതനായി കാണപ്പെടുകയാണ്. As he had ascended to the presence of the Father, he had become a high priest who is making intercessions on our behalf. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു എന്ന് കാണുന്നു. As we turn to Hebrews chapter 9 verse 15, we understand he is a mediator of the New Testament. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്, In clear terms, the word of God says, ഈ ഭൂമിയിൽ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമാണുള്ളത്. there's only one mediator in this earth. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, First Timothy chapter 2 the 5th verse, അവൻ ഒരുവൻ മാത്രം മധ്യസ്ഥൻ. വായിക്കാം ആ വാക്യം. 1 തിമോഥെയോസ് 2-ന്റെ 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അടുത്തത്, എല്ലാവർക്കും വേണ്ടി മനുഷ്യനായി ക്രിസ്തുവേശു, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായി ക്രിസ്തുവേശു തന്നെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. glory be to the Lord. മനുഷ്യവർഗത്തിനും മറുവിലയായി തന്റെ ജീവനെ നൽകിയ ദൈവപുത്രനായ ക്രിസ്തു ഏക മധ്യസ്ഥനെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. അനേക മധ്യസ്ഥന്മാരില്ല സഹോദരങ്ങളെ. Brethren, not many intermediaries. എന്താണ് ഒരു മഹാപുരോഹിതന്റെ ഉദ്യോഗം? What is the profession of a high priest? എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, Hebrews chapter 5 the 2nd verse, ബലഹീനനായ മനുഷ്യന് വേണ്ടി യാഗങ്ങളെ അവൻ അർപ്പിക്കണം. for the infirm one he must offer sacrifices. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പക്ഷപാതം ചെയ്യേണ്ടവനാണ്. Standing in the presence of God, he must make intercession. നാം മുടിഞ്ഞു പോകാതിരിക്കേണ്ടതിന്. We are not consumed. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അതേ, കർത്താവ് ശിമോൻ പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞല്ലോ, Lord Jesus Christ said to Simon Peter, നിന്നെ കോറമ്പ് പോലെ പാറ്റുവാൻ പലവട്ടം എന്നോട് പിശാച് അനുവാദം ചോദിച്ചു. the devil sought permission not to sift you like the wheat on many occasions. എന്നാൽ ഞാനോ അത് അനുവദിച്ചില്ല. I did not suffer. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ കാണപ്പെടുന്നത്. That's why I and you remain alive here today. നമ്മുടെ സാമർത്ഥ്യം കൊണ്ടൊന്നുമല്ല, Not by your potentiality, നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, not by your നമ്മുടെ holiness, നീതി കൊണ്ടല്ല, not by your നമ്മുടെ righteousness, ശ്രേഷ്ഠത കൊണ്ടല്ല, not by your എന്റെ excellency. പിതാവിന്റെ വലഭാഗത്ത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മധ്യസ്ഥനായിരിക്കുന്നു. Our Lord Jesus Christ remains a mediator at the right hand side of the heavenly Father after resurrection. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നു. Beloved people of God, that's why we are not consumed. അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. He is making pleading intercession for us in the presence of the Father. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He is making intercessions on our behalf. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്ത് സദാ ജീവിക്കുന്നവനാണ്. He remains alive for the people who are living for Him
make intercessions for them? അവൻ പക്ഷപാതം ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? What's the prominent purpose with which he is making this നാം ഒരു intercession? രക്ഷയുടെ പൂർണ്ണതയെ പ്രാപിക്കുവാൻ പോകുകയാണ്. We are going to attain perfection of salvation. ആ പൂർണ്ണരക്ഷ നാം പ്രാപിക്കേണ്ടതിന് In order to have that final salvation, പിതാവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അവൻ പക്ഷപാതം ചെയ്യുകയാണ്. standing in the presence of the Father, he is making intercession. അവൻ പുതിയ നിയമത്തിന്റെ മഹാപുരോഹിതനാണ്. He is the high priest of the New Testament. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ Hebrews chapter 3, the first verse. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, Holy brethren, partakers of the heavenly calling, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. consider the apostle and high priest of our profession, that is the Christ Jesus. ഇനി ഒരു മഹാപുരോഹിതൻ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. No need for another high priest. പുതിയ നിയമത്തിന് ഒരേ ഒരു മഹാപുരോഹിതൻ, For the New Testament, there is only one അത് high നമ്മുടെ priest. കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. That is our Lord Jesus Christ himself. അവൻ നമുക്ക് വേണ്ടി For us, തിരശ്ശീലയ്ക്കകത്തേക്ക് മഹാപുരോഹിതനായി എന്നേക്കുമായി പ്രവേശിച്ചിരിക്കുകയാണ്. as a high priest, entered within the veil forever. അതാണ് ദൈവജനത്തിന്റെ പ്രത്യാശ. That is the hope of the people of എബ്രായ God. ലേഖനം 6-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ Hebrews chapter 6, verse number 20. അവൻ മഹാപുരോഹിതനായി തിരശ്ശീലയ്ക്കകത്തേക്ക് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതനായി കടന്നുപോയിരിക്കുകയാണ്. As a high priest, he entered the veil after the order of Melchizedek. അത് ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യാശയാണ്. That is the hope of the people of God. എന്താണ് ആ പ്രത്യാശ? What is that hope? അത് അപ്പോസ്തലൻ പറയുന്നു, അത് നമ്മുടെ നങ്കൂരം തന്നെ. In the words of the apostle, that's our anchor. അത് നിശ്ചയവും സ്ഥിരവുമാണ്. That is steadied and sure. നല്ല ഉറപ്പ് നമുക്ക് തന്നിരിക്കുകയാണ്. He has given us good assurance. എന്റെ യേശു മുമ്പ് കൂട്ടി പ്രവേശിച്ചു. For advance, Lord Jesus Christ എത്രയും predicted, വേഗത്തിൽ ഞാനും എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നു ചേരും. very soon I will reach the presence of my Jesus. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ ആ പൂർണ്ണരക്ഷയ്ക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. The one who is making intercession for us for the perfect salvation, he is remaining alive in the presence of Heavenly Father. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ Ephesians chapter 4, verse 8 onwards. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. He went to the lower parts of the earth. അവിടെ നിന്ന് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. He captivated captives, ascended to heaven. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമാകുമ്പോൾ As our Lord Jesus Christ became a sacrifice on the cross of Calvary, അവൻ തന്റെ ജീവനെ വെടിയുമ്പോൾ, as he gave up his ghost. മത്തായി സുവിശേഷം 27-ാം അധ്യായം 51-ാം വാക്യം വായിക്കുമ്പോൾ Matthew's Gospel chapter 27, verse 51. മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. The veil in the temple from top to bottom torn into two. കർത്താവിന്റെ മരണസമയത്ത് അങ്ങനെ ഒരു അത്ഭുത സംഭവം ഉണ്ടായി. At the time of the death of the Lord, such a wonderful event resulted. യെരൂശലേം ദേവാലയത്തിന്റെ മന്ദിരത്തിലെ തിരശീല മുകൾത്തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. In the temple of Jerusalem, the veil from top to bottom got it torn into two. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിമിത്തമായി, Following the resurrection of Lord Jesus Christ, വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരു വഴി തുറന്നിരിക്കുകയാണ്. for the holy tabernacle, he opened a noble passage. ആരാണ് ആ വഴിയിലൂടെ കടന്നു പോകുന്നവർ? Who is passing through that way? തന്റെ രക്തത്താലുള്ള ധൈര്യം പ്രാപിച്ചവർ, People who got assurance, boldness through his blood. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമുള്ളവർ, People who have the confidence by this faith. പരമാർത്ഥ ഹൃദയമുള്ളവർ, Those who have this upright അവർ heart, ഉറപ്പോടെ വിശ്വസിക്കുന്നു. they confidently believe. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള ഒരു വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. There's an access unto the holy passage. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to ആ God. വിശുദ്ധ മന്ദിരത്തിലേക്ക് കടക്കാമെന്നൊരു ധൈര്യം നമുക്ക് തന്നിരിക്കുകയാണ്. God has given us the boldness to find access to the holy അവൻ tabernacle. ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറിപ്പോയി. He captivated the captives, ascended to heaven. ഇന്നും മനുഷ്യർക്ക് പലവിധമായ സംശയങ്ങളുണ്ട്. Even today, people have diverse types of doubts. ദൈവത്തിന് സ്തോത്രം. Praise be to അതിന്റെ God. വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. I'm not willing to dwell deeper. ഒരു വ്യക്തി മരിച്ചാൽ When a person dies, അവരുടെ ആത്മാവ് എവിടെയായിരിക്കുമെന്ന് സംശയമുള്ളവരുണ്ട്. there are people who are skeptical as to what shall be their soul.
അത് ആരാന്ന് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. I'm not willing to എന്നാൽ move അതിന്റെ to the details. യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയട്ടെ. Let me highlight the ഇന്നൊരു reality. ദൈവ പൈതൽ ആ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തി മരിച്ചാൽ, A child of God who has accepted Lord Jesus Christ as his Savior, if he dies today, ദൈവരാജ്യത്തിലേക്ക് പ്രവേശനത്തിന് ആവശ്യമായ ആത്മീയ അനുഭവങ്ങളെ പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവൻ വെടിഞ്ഞാൽ, a person of God who has possessed all the spiritual experiences to find access to the kingdom of God, if he dies today, അവരുടെ ആത്മാവ് സ്വർഗീയ പരദീസയിലേക്ക് പോകുകയാണ്. his soul goes to heavenly paradise. എന്നാൽ പാപം ചെയ്ത് The person who commits sin, ദൈവ പ്രമാണത്തെ അനുസരിക്കാത്ത ഒരു വ്യക്തി മരിച്ചാൽ, one who does not obey the law of God, and if he dies, അവരുടെ ആത്മാവ് പാതാളത്തിലേക്ക് പോകുകയാണ്. his soul goes to hell. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ ആ പരദീസയിലേക്ക് ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം To be lifted unto the paradise, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തപ്പോൾ when our Lord Jesus Christ rose up, പാതാളത്തിലുണ്ടായിരുന്ന പരദീസ അബ്രഹാമിന്റെ മടി പാതാള പരദീസയെ സ്വർഗീയ പരദീസയാക്കി മാറ്റി. the paradise in the hell, in the lower parts, Abraham's bosom, that was translated, converts into the heavenly paradise. പിതാവിന്റെ സന്നിധിയിൽ നിന്ന് നിരവധിയായ ദാനങ്ങളെ വാങ്ങി തന്റെ സഭയ്ക്ക് അവൻ നൽകിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. We read, he received many gifts from the presence of the Father and gave the same to us. ദൈവത്തിന്റെ സഭ അതിന്റെ തികവിനെ പ്രാപിക്കേണ്ടതിനായി, The church of God, in order to obtain the perfection of the same, ആത്മീയ അനുഗ്രഹങ്ങളുടെ ഒരു നിറവ് നമുക്ക് ആവശ്യമാണ്. we need to have the fullness of the spiritual experiences. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21 മുതൽ വായിക്കുമ്പോൾ, Wherefore, coming to Ephesians chapter 1 verse 21 അവൻ onwards, സകലവും തന്റെ കാൽ കീഴാക്കി, everything is brought under his footstool. എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. He has given to us a church, that's the body, the fullness of him that he filleth all in whole. എല്ലാ നിറവും ദൈവത്തിന്റെ സഭയ്ക്ക് അവൻ നൽകിയിരിക്കുന്നു. Every fullness has been gifted to the church of God. പിതാവിന്റെ വലഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട ദൈവപുത്രൻ The Son of Man lifted to the right hand side of the heavenly Father, പിതാവിന്റെ സന്നിധിയിൽ നിന്ന് remaining in the presence of the Father. ദൈവസഭയുടെ തികവിന് ആവശ്യമായ ദാനങ്ങളെ നൽകുകയാണ്. He is to supply the gifts required for the perfection of the church of God. ആ ദാനങ്ങളെ കുറിച്ച് നമുക്ക് വളരെയധികം ചിന്തിപ്പാൻ കഴിയുമെങ്കിലും, Even though we can have detailed understanding about the gifts of God, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് ആകർഷിക്കുകയാണ്. I would like to draw your attention to something specific. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് അയച്ചു തന്നു. Our Lord Jesus Christ received the gift of Holy Spirit from the presence of the Father. The same was shed abroad in our heart. കർത്താവ് ലോകത്തിലായിരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമില്ല, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. During his days in this world, he said, if I go, it is profitable unto you. If not, the Comforter shall not come unto you. അതേ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഈ പ്രസ്താവിച്ചത്. Now it is spoken about the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്യഭാഷ അടയാളത്തോടെ തന്റെ ശിഷ്യഗണങ്ങളുടെ മേൽ പകർന്നതായി നമുക്കറിയാമല്ലോ. We understand the power of anointing was showered upon the disciples with the unknown tongue. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ By this power of anointing, അനവധിയായ നന്മകൾ ഇന്ന് ദൈവസഭ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. innumerable other blessings that the church of God is experiencing today. ഒന്നാമത് നാമും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുമായി ഒരു വലിയ ബന്ധത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. Basically, we have come to a great communion with our God. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്ന ഒരു അനുഭവം. There's an experience, we in him, he in us. യോഹന്നാന്റെ സുവിശേഷം 14:20 അത് വായിക്കുന്നു. John's Gospel chapter 14 verse 20 speaks about it. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. And 1 John chapter 4 verse 13 also we come across the same. ആ മേന്മേറിയ ബന്ധമെന്ന് പറയുമ്പോൾ That tangible fellowship is, അതേ തലയും ശരീരവും എന്ന പോലൊരു ബന്ധം. it is like between the head and the body. കൊലോസ്യ ലേഖനം 1:18 അത് പറയുകയാണ്. Colossians chapter 1 verse 18. പരിശുദ്ധാത്മാവിനെ വാങ്ങിയയച്ച് ദൈവസഭയെ ഭൂമിയിൽ ഉരുവാക്കി. He received the Holy Spirit, sent to the world. He culminated the church of God upon this earth. അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. He became the head of this body, which is the church. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ അല്ലെങ്കിൽ തേജസ്സേറിയ ഒരു സഭ ഭൂമിയിൽ ഉരുവായി. Thus, a blessed great church took into form in this world. ഈ സഭ അതിന്റെ തികവിലേക്ക് എത്തേണ്ടതിന് ആവശ്യമായ ദാനങ്ങളെ ദൈവം നൽകുകയാണ്. The Lord is supplying the required gifts so that the church can be brought to its അതിലൊന്നാണ് perfection. അപ്പോസ്തോലിക ശുശ്രൂഷ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും കൃപകളുമൊക്കെ.
for the same purpose, apostolic ministry and the gifts of the Holy Ghost and the benefits thereof. ദൈവസഭയ്ക്ക് അതിനായി 5 ഉദ്യോഗസ്ഥന്മാരെ നൽകിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. For the church of God, for the same purpose, 5 types of officers were appointed. ഞാൻ അതിന്റെ വിവരണത്തിലേക്ക് പോകുന്നില്ല. I'm not willing to plunge deeper. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകി. He has given us the Holy Spirit as a gift. ഈ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? What is being done by this Holy Spirit? ദൈവസഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. It is preparing the church of God. ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. According to the power of excellence that is working, we are striving and laboring for the same. 2 Corinthians 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ 2 Corinthians chapter 5, the 5th verse. പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. The Holy Spirit is preparing the church. വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് ദൈവസഭയെ എത്തിക്കുവാൻ In order to bring the church under the perfection of ദൈവത്തിന്റെ holiness. പരിശുദ്ധാത്മാവ് ഒരു വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Today this Holy Spirit is doing a great work. അതുകൊണ്ടാണ് ദൈവസഭ കൂടി വരുമ്പോഴൊക്കെയും ഈ അഭിഷേകത്താൽ നിറയുവാൻ നടത്തിപ്പുകാർ അധികമായി സമയം വേർതിരിച്ചതിനായി നമ്മെ ഉത്സാഹിപ്പിക്കുന്നത്. That's why whenever the people of God get together, the servants of God devote a large amount of time to the same purpose. ദൈവശക്തിയെ ഒരു ദൈവവൈതൽ പ്രാപിച്ചു കഴിയുമ്പോൾ Once a child of God receives this power of God, അവർ ധൈര്യശാലികളായി മാറുകയാണ്. they become bold. അപ്പോസ്തലപ്രവൃത്തി 1:8 നാം വായിക്കുന്നു. Acts of the Apostles chapter 1 verse 8. അവർ ശക്തി ലഭിച്ചിട്ട് യഹൂദ്യയിലും യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന് രക്തസാക്ഷികളായി മാറുകയാണ്. Receive the power, they become witnesses unto the Lord to Judea, Samaria and to the uttermost parts of the world. ക്രിസ്തുമാർഗം നിമിത്തമായി അനുഭവിക്കുന്ന പീഡകളിൽ അതേ ഭയമില്ലാത്തവരായി ധൈര്യമായി അതിനെ നേരിടുന്നത് ഈ ദൈവസ്നേഹത്താലാണ്. It is because of this love of God and power of God, due to the persecutions we undergo for the sake of the way of Christ, we are preserving a beloved in Him. പരിശുദ്ധാത്മാവിന് വിവിധമായ പ്രവൃത്തികളുണ്ട്. The Holy Spirit has got umpteen types of works. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. When there is a Spirit of God, there is a liberty. അതിന് ഒരു വ്യക്തിക്കും ബന്ധിക്കാൻ കഴിയില്ല. Nobody can bind to that power. ലോകത്തിലുള്ള യാതൊരു ബന്ധനങ്ങൾക്കും അതിനെ ബന്ധിക്കുവാൻ കഴിയില്ല. No bindings under the sun can bind it. ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. Where there is a Spirit of God, there is a liberty. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഒരു വലിയ രൂപാന്തര ജീവിതമുണ്ട്. By the power of the Spirit of God, there's a great life of transformation. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് ഒരു ജയകരമായ ജീവിതം. In their life, there is a victorious life. അതെങ്ങനെ സാധ്യമായി തീരുന്നു? How can that be effected? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമെന്ന് അവിടെ കാണുന്നു. Romans chapter 8, the 2nd verse, there is a law of life. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഒരു വ്യക്തിയെ തേജസ്കരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിക്കുകയാണ്. This law of the Spirit of life is guiding a man unto glorification. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. He finds liberty from the law of death and corruption. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്ന ദൈവ പൈതലിന് തന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു പ്രമാണമുണ്ട്. A child of God who is filled by the power of the Spirit of God keeps his life by the Spirit of holiness. There is another work to be done. അത് തങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Transforming his own life. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ Romans chapter 3, 18th verse. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി കർത്താവിന്റെ ദാനമാകുന്ന ആത്മാവിനാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. We are getting the same glory of God, and we are seeing now in the glass that veil is removed from the face, get glory after glory. ഒരു രൂപാന്തരത്തിന്റെ പ്രവൃത്തി അഭിഷേകത്താൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. Your work of transformation is carried out by this anointing. യേശുവിനെ പോലെയായി തീരണം. We must be like our Jesus. ഈ അനുഭവം പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ In order to put upon this experience, നാം ഒരു ആദ്യ ഫലമായി മാറ്റപ്പെടണം. we must be a first fruit. റോമാലേഖനം 8:23 നമ്മൾ വായിക്കുമ്പോൾ Romans 8 verse 23. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു. We ourselves also have the first fruits of the Spirit. We ourselves grown within ourselves, waiting with adoption to which the redemption of our body. ദൈവസഭയുടെ ആദ്യ ഫലം എന്ന് പറയുമ്പോൾ The first fruits
of the church of God is, അത് രണ്ട് നിലയിൽ നമുക്ക് കാണുവാൻ കഴിയും. in twine ways we can interpret. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നവൻ മരിച്ചവരിൽ ആദ്യനായി ഉയർത്തെഴുന്നേറ്റു. Touching the Lord, it is said, from the dead he rose up being the first. അപ്പോസ്തലപ്രവൃത്തി 26:23 നമുക്കത് കാണുവാൻ കഴിയും. Acts Apostles chapter 26 verse 23. ഇനിയും തന്റെ സഭ ആദ്യഫലമായി ചേർക്കപ്പെടാൻ The പോകുകയാണ്. church is going to be collected as the first fruit. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ When we go through the Old Testament, ലേവ്യാപുസ്തകം 23 അധ്യായത്തിൽ ആദ്യഫല പെരുന്നാളിനെ കുറിച്ച് പറയുന്നു. book of Leviticus chapter 23, we read about the festival of the first fruit. ആദ്യഫല പെരുന്നാളിൽ രണ്ട് ഫലങ്ങൾ, ആദ്യ വിളവുകൾ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. On the particular day of that fruit festival, we must bring firstling, first fruit to the presence of God. 23:10 ആദ്യഫല കറ്റ എന്ന് നമ്മൾ വായിക്കുന്നു. Verse 10, we read the sheaf of the first fruit. വിളവെടുക്കുമ്പോൾ ആദ്യത്തെ കറ്റ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. Once the harvest is collected, first the sheaf should be brought before the high priest. അതിന്റെ 17 വാക്യം വായിക്കുമ്പോൾ Verse number 17, വിളവെടുപ്പ് കഴിഞ്ഞിട്ട് after that the harvest, 7 ശബത്ത് എണ്ണി count 7 Sabbaths. അതിന്റെ പിറ്റേ ദിവസം The next day, 2 ഇടങ്ങഴി മാവ് കൊണ്ട് take 2 measures of meal. 2 അപ്പം, നേരിയ മാവ് കൊണ്ട് 2 അപ്പം ഉണ്ടാക്കി With the fine flour, make it 2 loaves. അത് പുളിപ്പിച്ച് ചുട്ട് That must be leavened and അത് baked. മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. Should be brought to the high priest. ദൈവത്തിന് സ്തോത്രം. Praise be to God. വചനത്തിന്റെ മാർമികമായ സത്യങ്ങളാണ്. These are the mysterious truths of the word of ഇത് God. എടുക്കപ്പെടുന്ന സഭയെ കാണിക്കുകയാണ്. This speaks about the church that's going to be കർത്താവിന്റെ raptured. രഹസ്യവരവിൽ എടുക്കപ്പെടുന്ന ദൈവസഭ ആദ്യ ഫലമാണ്. The church of God that's going to be taken up at the coming of the Lord is the first fruit. ആ ആദ്യ ഫലമായി നാം മാറ്റപ്പെടണമെങ്കിൽ To be the first fruit, നാം നേരിയ മാവായി മാറണം. we must become the fine flour. ഇത് പുളിപ്പിക്കണം. This must be leavened. അത് പരിശുദ്ധാത്മ ശക്തിയാൽ പുളിപ്പിക്കുന്ന അനുഭവം. An experience of leavened by the Holy Spirit. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. May the Lord appears sanctify you wholly. ആത്മാവും പ്രാണനും ദേഹവും അശേഷം അനിന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടണം. Let your body, soul and spirit be preserved blameless. അങ്ങനെ ആദ്യ ഫലമായി പുളിപ്പിക്കപ്പെടുന്ന ഈ മാവ് ചുട്ടെടുക്കണം. This flour that is leavened, be the first fruit, should be baked. വിവിധമായ കഷ്ടതയുടെ അനുഭവങ്ങളാണ്. That speaks about experiences of persecution. 2 അപ്പവും പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. These 2 loaves must be brought before the high priest. യേശുക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ അർപ്പിക്കപ്പെട്ടതിന്റെ 50ാമത്തെ ദിവസമാണ് സഭാഭൂമിയിൽ സ്ഥാപിതമായത്. The church came into culmination on the 50th day. Lord Jesus Christ was offered to the Heavenly Father. നമ്മുടെ യേശു വേഗം വെളിപ്പെടാൻ പോവുകയാണ്. Lord Jesus Christ is going to appear soon. ആദ്യ ഫലത്തെ ചേർക്കുവാൻ സമയമായി. The time is round the corner. First fruit is going to be reaped. സഭ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The church is getting ready for the same. ഉയർത്തെഴുന്നേറ്റ യേശു ഈ ലോകത്തിൽ നിന്ന് പോകും മുൻപേ Before the departure of the resurrected Lord Jesus Christ, തന്റെ ജനത്തിന് കൊടുത്ത പ്രത്യാശ എന്താണ്? what is the hope given to the people of God? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Let your heart not be troubled. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. There are many mansions in my Father's എന്നാൽ house. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്. However, I go to prepare a special place for you. ഞാൻ പോയി നിങ്ങളെയും ചേർക്കേണ്ടതിന് വീണ്ടും വരും. I will come again to gather you unto myself. ഈ രാത്രി നമ്മെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. Tonight, surrender to the hands of നമ്മുടെ God. കണ്ണുകളെ അടയ്ക്കാം. Shall we close our eyes? നമ്മുടെ കർത്താവിന്റെ സന്നിധിയോട് ഒരു നിമിഷം നമുക്ക് അടുത്തിയെല്ലാം. Let us be drawn closer to the coming of the Lord, presence of the Lord for നമ്മുടെ a minute. കർത്താവ് യോഹന്നാനോട് പറഞ്ഞത് എന്താണ്? What did the Lord say unto John? യോഹന്നാനേ, ഞാൻ മരിച്ചവനായിരുന്നു, John, I was dead. ഇതാ ഞാൻ എന്നേക്കും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. Behold, I remain alive forever. നമ്മുടെ കർത്താവ് പിതാവിന്റെ സന്നിധിയിലുണ്ട്. Our Lord Jesus Christ is remaining alive in the presence of the Father. അവൻ വേഗം വെളിപ്പെടാൻ പോകുകയാണ്. He is coming nigh in order to gather us. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Beloved ones, incline into this word of God. കർത്താവിന്റെ സന്നിധി നമ്മെ ഒരിക്കൽ കൂടെ നമുക്ക് സമർപ്പിക്കാം. Let us resurrender in the presence of God. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. Let your hope multiply. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടട്ടെ. Let your life be sanctified. കർത്താവ് നമുക്ക് തന്ന വിശ്വാസത്തിൽ
വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി തീരട്ടെ. Let us be steadfast in the faith God has gifted us. നമ്മുടെ ദൈവം നമുക്ക് തന്ന പ്രത്യാശയെ ഇന്ന് രാത്രി പുതുക്കുവാൻ ആഗ്രഹിക്കുവീൻ. Let us renew the hope God has gifted us in our life tonight. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവസഭയെ, Honorable Church of God that received the Holy Ghost, നിങ്ങളെ ഇനി ഉണർത്തുവാൻ വരികയല്ല. I'm not willing to importune ഈ you. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ On hearing the word of God, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ച ദൈവമക്കൾ, the people of God who received the power of anointing, അതേ ആദ്യ ഫലമായി തീരേണ്ട ദൈവസഭ, the Church of God to be the first fruit, നിങ്ങളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും commit, surrender to the hands of നമ്മുടെ God. മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ബലത്തോടെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The Spirit of God is working powerfully in our midst right now. ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ഇന്ന് രാത്രി ഒരു പുതിയ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. The Lord is willing to fill the desiring people with a new anointing. നമ്മുടെ മധ്യയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. It is the Holy Spirit that is working in our അത് midst. ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. It is talking to everybody personally. ഇന്ന് പുതുക്കത്തിന്റെ ദിവസമാണ്. Tonight is a night of ഇന്ന് renewal. പുതിയ അഭിഷേകത്തിന്റെ ദിവസമാണ്. Tonight is a night of anointing. ഇതുവരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർക്ക് Those who are ഈ unanointed so രാത്രി far, കണ്ണിയുള്ള ദൈവം അഭിഷേകം നൽകാൻ പോകുന്നു. the merciful God is going to anoint you tonight. പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിപ്പീൻ. Absolutely believe in the grace of God. നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്. Our Lord is a healer. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ അത്ഭുത സൗഖ്യമുണ്ട്. Once the power of God is working, there is marvelous healing. സമയം പോയതുകൊണ്ട് ഞാൻ വേഗം നിർത്തുകയാണ്. Time is spinning out. Let me wind up shortly. ഒരു ഉണർവ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. When a revival meeting was underway, ആ ഉണർവ് മീറ്റിംഗിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരമുണ്ടായി. great operation of the Holy Spirit was taking place there. കർത്താവിന്റെ വേലക്കാരും ദൈവമക്കളും എല്ലാം വെള്ളം പോലെ ഒഴുകുവാൻ തുടങ്ങി. The workers of God and the believers, like water, they started floating. ആ സമയത്ത് ഒരു പിതാവിന്റെ നെഞ്ചിലേക്ക് ഒരു ശുശ്രൂഷകന്റെ കൈ പോയി ആഞ്ഞടിച്ചു. Then inadvertently, the hand of a worker of God got smitten on the chest of a believer. ആ സമയം ആ പിതാവ് അവിടെ അങ്ങ് ഇരുന്നു പോയി. That brother stood there. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കുറച്ച് സമയം അവിടെ ഇരുന്ന് വേദനപ്പെട്ടതിന് ശേഷമായി He continued sitting for a short while. താൻ ആ നെഞ്ചത്തിങ്ങനെ തടകി നോക്കി. He was feeling on this chest. 25 വർഷമായി For quarter century, തന്റെ ശരീരത്തിൽ ഒരു മുഴ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. there was a growth on the chest. എപ്പോഴാ ശുശ്രൂഷകന്റെ കൈ ആ ശരീരത്തിൽ തൊട്ടോ ആ സമയം ആ രോഗം അപ്രത്യക്ഷമായി. No sooner did the hand of the worker touch on the chest, then that disappeared. ഇത് കഥ പറയല്ല. It is not a story. ഒരു ആഴ്ച ആ പിതാവ് ഇത് പരിശോധിച്ചുകൊണ്ടിരുന്നു. For a week he just tested this. ഒരാഴ്ചയ്ക്ക് ശേഷം താൻ വന്ന് പറയുകയാണ്, After a week he came and reported, ബ്രദറിന്റെ കൈ എന്റെ ശരീരത്തിൽ തട്ടി ഞാൻ വളരെ വേദന അനുഭവിച്ചു. Brother, the moment your hand smote on my chest, I suffered pain. 25 വർഷമായ മുഴ ആ സെക്കൻഡിൽ എന്നെ വിട്ടുപോയി. The growth that continued for 25 years. വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? In this congregation, how many ദൈവത്തിന്റെ believe? പരിശുദ്ധാത്മാവിന് ഇന്ന് നിന്നിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ അധികാരമുണ്ട്. Today, the Holy Spirit of God has power to do wonders in your life. വിടുവിക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. Let us trust in the God of deliverance. നമുക്ക് നമ്മുടെ പ്രത്യാശയെ പുതുക്കാം. Let us renew our hope. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് Angels,
Yes, tonight we heard the gospel, Jesus is alive forevermore. ഇന്ന് രാത്രികാലം നാം ശ്രവിച്ചു, യേശു എന്നേക്കും ജീവിച്ചിരിക്കുന്നു. Yes, he said, behold, I am he that liveth and was dead, and behold, I am alive forevermore. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. Yes, tonight look unto Jesus, who is alive forevermore. ഇന്ന് രാത്രികാലം എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുവിനെ നോക്കുക. Tonight he is going to give you that very life. ഇന്ന് രാത്രികാലം അവൻ നിങ്ങൾക്ക് അതേ ജീവൻ നൽകുവാൻ പോകുന്നു. He is going to deliver you from all death. എല്ലാ മരണത്തിൽ നിന്നും അവൻ നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നു. Let us surrender our lives tonight to the Lord. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതം നമുക്ക് കർത്താവിന് സമർപ്പിച്ചു കൊടുക്കാം. Tonight let us all surrender our lives. Let's stand up and let us all give ourselves to the Lord. ഇന്ന് രാത്രികാലം നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതത്തെ നമ്മുടെ കർത്താവിന് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. What is important to know, Jesus died and destroyed the devil who had the power of death. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു ക്രിസ്തു മരിച്ച് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവൻ നശിപ്പിച്ചു. Hallelujah. He is the author of all death in man's life. മനുഷ്യന്റെ ജീവിതത്തിലെ സകല മരണത്തിനും കാരണഭൂതൻ He അവനായിരുന്നു. brought sin into man's life and brought death. പാപത്തെ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവന്ന് മരണത്തെ അവൻ ഉളവാക്കി. He brought curses into man's life. മനുഷ്യ ജീവിതത്തിൽ ശാപങ്ങളെ കൊണ്ടുവന്നു. He brought physical sickness and death into man's life. ശാരീരികമായ രോഗങ്ങളും മരണവും മനുഷ്യ ജീവിതത്തിൽ He കൊണ്ടുവന്നു. brought all kinds of pain and suffering into man's life. മനുഷ്യ ജീവിതത്തിൽ സകല വിധത്തിലുള്ള വേദനകളും കഷ്ടതകളും അവൻ He കൊണ്ടുവന്നു. brought all corruption into man's life. മനുഷ്യ ജീവിതത്തിൽ സകല ദ്രവത്വവും അവൻ കൊണ്ടുവന്നു. Tonight the Lord Jesus declares. ഇത് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിക്കുന്നു. Tonight through the gospel we declare. ഇത് രാത്രികാലം സുവിശേഷത്തിൽ കൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. Jesus who died has destroyed the devil with the power of death. മരണത്തിന്റെ അധികാരിയെ പിശാചിനെ യേശു തന്റെ മരണത്താൽ നശിപ്പിച്ചു. Tonight you can be set free from all your sins. നിങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അതിൽ നിമിത്തം വിടുതൽ പ്രാപിക്കാം. Jesus died on the cross and took your sins. He was punished for your sins. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച നിങ്ങളുടെ പാപങ്ങളെ എടുത്ത് ആ പാപത്തിന്റെ ശിക്ഷ അവൻ വഹിച്ചു. Tonight you can cry for him to forgive you. ഇന്ന് രാത്രികാലം നിങ്ങളോട് അവൻ ക്ഷമിക്കേണ്ടതിനാൽ നിങ്ങൾക്ക് കരയാം. The Lord Jesus will hear your cry. കർത്താവായ യേശു നിങ്ങളുടെ നിലവിളി കേൾക്കും. Oh, repent with true repentance. Oh, break your heart, humble yourself. യഥാർത്ഥ അനുതാപത്തോടുകൂടെ മനസ്സാന്തരപ്പെട്ട് നിങ്ങളെ താഴ്ത്തി നിങ്ങളുടെ ഹൃദയങ്ങളെ കീറുവിൻ. Tonight the Lord Jesus will deliver you from any oppression or bondage of sin. ഇത് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തു പാപത്തിന്റെ ഏത് വിധത്തിലുമുള്ള ആ പ്രവർത്തനവും ബന്ധനവുമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. Are you addicted? He will set you free right now. If you repent, the blood of Jesus will set you free. അവൻ നിങ്ങളെ ഇന്ന് സ്വതന്ത്രരാക്കും. നിങ്ങൾ ഇന്ന് രാത്രികാലം അനുദമിക്കുന്നുവെങ്കിൽ യേശുവിന്റെ രക്തം നിങ്ങളെ ഇന്ന് രാത്രി സ്വതന്ത്രരാക്കും. Are you oppressed mentally? Tonight, the Lord Jesus, if you repent, accept him as your Lord and Savior, the blood of Jesus will set you free. മാനസികമായി നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്ന ബാധിതരാണോ? അങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അനുദപിക്കുന്നുവെങ്കിൽ യേശുവിന്റെ രക്തം ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കും. Jesus Christ is Lord. യേശു ക്രിസ്തു കർത്താവാകുന്നു. He is the Lord, our Savior. അവൻ നമ്മുടെ രക്ഷകനായ കർത്താവാകുന്നു. Accept Jesus as your Lord and Savior tonight. ഇന്ന് രാത്രി യേശുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിപ്പിൻ. Right now he is touching you. ഇപ്പോൾ തന്നെ അവൻ നിങ്ങളെ തൊടുന്നു. All the sins are departing from you. എല്ലാ പാപങ്ങളും നിങ്ങളെ വിട്ടു മാറുന്നു. Repent, be sorry for your sins for which Jesus had to suffer. അനുദപിക്കുവിൻ, ദുഃഖിക്കുവിൻ, അത് മനസ്സാന്തരപ്പെടുവിൻ. നിങ്ങളുടെ പാപ നിമിത്തം യേശു കഷ്ടം അനുഭവിച്ചോർത്ത് വേദനിക്കുവിൻ. Cry for pardon. ക്ഷമയ്ക്ക് വേണ്ടി കരയുവിൻ. Tonight Jesus will wash away your sins. ഇന്ന് രാത്രി യേശു നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയും. Right now he will set you free. ഇപ്പോൾ തന്നെ അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. Lord, the sins will be removed from your life by
cleansed by the blood of Jesus. സകല പാപം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. He will abolish the death in your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള മരണത്തെ അവൻ നീക്കുമെന്ന് നിരോധിക്കും. Tonight he will give you eternal life. ഇന്ന് രാത്രി അവൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകും. Jesus is touching you right now. യേശു ഇപ്പോൾ നിങ്ങളെ തൊടുന്നു. Believe, believe. വിശ്വസിക്കുവിൻ, വിശ്വസിക്കുവിൻ. Amen. Hallelujah. 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 Jesus. Jesus. Hallelujah. Name of Jesus. Hallelujah. Hallelujah. Amen. There is no other name given under heaven whereby man may be saved from his sins. മനുഷ്യന് തന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. Say, call upon the name of Jesus tonight. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. Whosoever shall call upon the name of Jesus shall be saved. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും രക്ഷിക്കപ്പെടും. Say, Lord Jesus, save me from my sin. കർത്താവായ യേശുവേ, എന്റെ പാപത്തിൽ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുവേ. Lord Jesus, deliver me from this death. കർത്താവായ യേശുവേ, ഈ മരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. Lord Jesus, deliver me from all my oppression. കർത്താവായ യേശുവേ, എന്റെ സകല ബന്ധനത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. I am calling upon the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, The most powerful name. ഏറ്റവും ശക്തിമത്തായ നാമം, The name of Jesus. യേശുവിന്റെ നാമം. Now you are getting delivered. ഇപ്പോൾ നിങ്ങൾ വിടുവിക്കപ്പെടുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ God is setting you free. കർത്താവ് നിങ്ങളെ വിടുവിക്കുന്നു. Amen. Hallelujah. In the name of Jesus. In the name of Jesus. Hallelujah. 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 In the name of Jesus. In the name of Jesus. Hallelujah. 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 Amen. Hallelujah. Jesus, who is alive forevermore, എന്നേക്കും ജീവിക്കുന്നവനായ യേശു, he is sending the power of the Holy Spirit into you. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവൻ നിങ്ങളിലേക്ക് പകരുന്നു. To dwell, first of all, is calling you into an obedient life as he obeyed. ഒന്നാമത് അവൻ അനുസരിച്ചതുപോലെയുള്ള ഒരു അനുസരണ ജീവിതം നയിക്കുവാൻ അവൻ വിളിക്കുന്നു. Come into such a life. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരുവീൻ. That is how he could die on the cross. He did not, his soul, he did not see corruption. His body did not see corruption. അപ്രകാരമാണ് യേശു ക്രൂസിൽ മരിച്ചത്. അതുകൊണ്ട് അവന്റെ ശരീരം ദ്രവത്വത്തെ കണ്ടില്ല. Oh, he was loosed. The pains of hell. He was loosed from all the pains of death. താൻ മരണപാശങ്ങളെ അഴിച്ചു. Oh, because he was obedient perfectly. എന്തുകൊണ്ടെന്നാൽ താൻ പൂർണ്ണമായും അനുസരണമുള്ളവനായിരുന്നു. Surrender yourself to obey his word. അവന്റെ വചനത്തെ അനുസരിക്കുവാൻ നിങ്ങളെ സമർപ്പിക്കുവിൻ. To do the will of God. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ Those who obey him, അവനെ അനുസരിക്കുന്നവർ, he will give them the Holy Spirit. അവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ നൽകും. Tonight, if you have not received the Holy Spirit, രാത്രി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, as you surrender to obey his word, അവന്റെ വചനം അനുസരിക്കുവാൻ നിങ്ങളെ സമർപ്പിക്കുമ്പോൾ he is baptizing you in the Holy Spirit. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നു. With the unknown tongues is baptizing you right now. ഇപ്പോൾ അവൻ നിങ്ങളെ അന്യഭാഷകളാൽ
സ്നാനപ്പെടുത്തുന്നു. He was raised far above the heavens, അവൻ സ്വർഗാതിസ്വർഗത്തിന് മീതെ ഉയർത്തപ്പെട്ടു, so that he may fill all things. അവൻ സകലവും നിറയ്ക്കേണ്ടതിനായി He's anointing you with the Holy Spirit. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം He ചെയ്ത may dwell in you and you in him. നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും വസിക്കേണ്ടതിനായി Now receive that anointing. ഇപ്പോൾ ആ അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളേ. All who have received the Holy Spirit, ആരൊക്കെ അഭിഷേകത്തെ പ്രാപിച്ചിരിക്കുന്നു speak in tongues. അന്യഭാഷയിൽ സംസാരിക്കവേ. Those who have not received the Holy Spirit, ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ you praise നിങ്ങൾ God. ദൈവത്തെ സ്തുതിക്കവേ. The power of the Holy Spirit is coming upon you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു. Power of God is in our midst. ദൈവശക്തി നമ്മുടെ മധ്യയുണ്ട്. Jesus is in our midst. യേശു നമ്മുടെ മധ്യയുണ്ട്. Power of the Holy Spirit is moving in our midst. ദൈവശക്തി നമ്മുടെ മധ്യയെ പരിവർത്തിക്കുന്നു. He is setting you free. അവൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. Receive the anointing. ആ അഭിഷേകത്തെ പ്രാപിക്കവേ. Hallelujah. The law of the Spirit of life, the anointing sets you free from the law of sin and death. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിങ്ങളെ മരണത്തിന്റെ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വിടുവിക്കുന്നു. That sin cannot bring death in you if the anointing is reigning in you, working in you effectively. അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ പാപത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മരണത്തെ കൊണ്ടുവരുവാൻ The സാധ്യമല്ല. power of sin is broken. പാപത്തിന്റെ ശക്തി തകർക്കപ്പെട്ടിരിക്കുന്നു. You can live an overcoming life. നിങ്ങൾക്കൊരു ജയജീവിതം നയിക്കാം. Anointing is preparing you for the coming of the Lord. അഭിഷേകം നിങ്ങളെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുന്നു. It's changing you from glory to glory. അവൻ നിങ്ങളെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തുന്നു. When is this happening? ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? Now! ഇപ്പോൾ ഇപ്പോൾ Now! തന്നെ Speak in tongues! അന്യഭാഷയിൽ സംസാരിക്കുവേ. Remember, the death that Satan brought to man through sin was first the spiritual death in his soul and spirit. ഓർക്കണം, സാത്താൻ മനുഷ്യന് കൊണ്ടുവന്ന ആ മരണമെന്ന് പറയുന്നത് അവന്റെ ആത്മാവിലും ദേഹിയിലുമുള്ള ആത്മീക മരണം പാപനിമിത്തമുള്ളതായിരുന്നു. Secondly, he brought sickness and infirmity in man's body to kill that body with death. രണ്ടാമത് മനുഷ്യന്റെ ശരീരത്തിൽ രോഗവും ബലഹീനതകളും കൊണ്ടുവന്ന് ആ ശരീരത്തെയും അവൻ കൊന്നു. Now the anointing is coming to heal your body. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ അഭിഷേകം ഇറങ്ങി വരുന്നു. It's called the law of the Spirit of life in Christ Jesus. അത് ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നാണ് അറിയപ്പെടുന്നത്. Anointing is touching your body, healing you. Receive that resurrection power. അഭിഷേകം നിങ്ങളുടെ ശരീരത്തെ തൊടുന്നു, അത് നിങ്ങളെ സൗഖ്യമാക്കുന്നു. ആ പുനരുത്ഥാന ശക്തിയെ പ്രാപിച്ചുകൊള്ളേ.
Shanabala kadandira. Shanabala rakadandira bala kadandira. Shanabala rakadabala rakadandira. Shanabala kadabala. Hallelujah. Shanabala nakadandira. Shanabala kadandira. It is true that the anointing law of the spiritual life sets you free, the law of sin and death. അഭിഷേകം അത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അത് മരണത്തിന്റെ പാപത്തിന്റെ പ്രമാണത്തിൽ നിങ്ങളെ വിടുവിക്കുന്നു എന്നുള്ളത് സത്യമാണ്. We having the Holy Spirit, we have become the first fruits. നാം അഭിഷേകത്തെ പ്രാപിച്ച നാം ആദ്യഫലമായിരിക്കുന്നു എന്ന് നാം കേട്ടു. First fruits to be perfected at the rapture. വരവിങ്കൽ, കർത്താവിന്റെ വരവിങ്കൽ പൂർണ്ണരാക്കപ്പെടേണ്ട ആദ്യഫലം. Secondly, that anointing, where we say we groan within the Spirit, we pray in the Spirit. രണ്ടാമത് അഭിഷേകം നൽകിയിരിക്കുന്നത് ആത്മാവിൽ ഞരങ്ങുവാൻ വേണ്ടിയാണ്. This work is making us the first fruits. ഈ പ്രവൃത്തിയാണ് നമ്മളെ ആദ്യഫലമാക്കി മാറ്റുന്നത്. And yes, groaning in the Spirit means praying in the Spirit. ആത്മാവിൽ ഞരങ്ങുക എന്ന് പറയുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. Speak in tongues. അന്യഭാഷ സംസാരിക്കുവിൻ. Believe His words. Believe His word. അവന്റെ വചനങ്ങളെ വിശ്വസിക്കുവിൻ. The power of God will touch your body. ദൈവശക്തി നിങ്ങളുടെ ശരീരങ്ങളെ സ്പർശിക്കും. You need to speak in tongues. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചേ തീരൂ. That is groaning in your spirit. അതാണ് ആത്മാവിൽ ഞരങ്ങുന്ന അനുഭവം. Speak in tongues. അന്യഭാഷയിൽ സംസാരിക്കും. Come into the fullness. നിങ്ങൾ അതിന്റെ നിറവിലേക്ക് വളരുവേ. You don't have to do anything. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. The Holy Spirit power is healing you tonight. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇത് രാവിലെ കാലം നിങ്ങൾ, ഇത് രാത്രികാലം നിങ്ങൾ നിറയ്ക്കുന്നു. Keep quiet. ആരും മൗനമായിരിക്കരുതേ. Amen. Hallelujah, 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 hallelujah. Rabala karabala karabara. Rabala bala 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 kadatira. Rabala ragadatira. Hallelujah. Rabala bala bala rabala bala bala. Rabala kadatira bala. Shana bala kadatira. Amen. Yes, this body, spirit, soul and body is being transformed. അതെ, ഈ ദേഹം ദേഹി ആത്മാവ് രൂപാന്തരപ്പെടുന്നു. Oh, when Jesus comes, യേശു വരുമ്പോൾ this mortal body is going to put on immortality. ഈ മർത്യ ശരീരം അമർത്യത്വത്തെ ധരിക്കും. Oh, this corruptible body is going to put on incorruption. ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ ധരിക്കും. This weak body is going to put on a powerful body. ഈ ബലഹീന ശരീരം ഒരു ബലമുള്ള ശരീരത്തെ ധരിക്കും. This earthly body is going to put on a heavenly body. ഈ മൺമയ ശരീരം ഒരു വിൺമയ ശരീരത്തെ ധരിക്കും. When? എപ്പോൾ? When Jesus comes. യേശു വരുമ്പോൾ. When will Jesus come? യേശു എപ്പോൾ വരും? He can come now. അവൻ ഇപ്പോൾ വന്നേക്കാം. Receive one more anointing. അതുകൊണ്ട് ഒരിക്കൽ കൂടി അഭിഷേകത്തെ പ്രാപിക്കവേ. Keep quiet. മൗനമായിരിക്കരുത്. Amen. Bala rakadam dida bala, shana bala kada bala karam dida, shana bala kadam dida, shana bala rakadam dida bala, shana bala rakadam dida. Amen. Hallelujah. 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 Amen.
Yes, even tonight, for His precious word that He has given us. ഇന്ന് രാത്രികാലം അവൻ നമുക്ക് നൽകിയ വിലയേറിയ വചനങ്ങൾക്കായി. I am he that liveth and was dead, and behold, I am alive forevermore. ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. I have the keys, the power over hell and death. എനിക്ക് മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ അല്ലെങ്കിൽ അവയുടെ മേൽ അധികാരമുണ്ട്. Not only has delivered us from sins tonight as we repented of our sins, നമ്മുടെ പാപങ്ങളെ കുറിച്ച് നാം അനുതപിച്ചപ്പോൾ അവൻ നമ്മുടെ പാപങ്ങൾ നമ്മളെ വിടുവിക്കുക മാത്രമല്ല ഇന്ന് രാത്രി ചെയ്തത്. brought us into that obedient life and the anointing. അവൻ നമ്മെ അനുസരണമുള്ള ജീവിതത്തിലേക്കും അഭിഷേകത്തിലേക്ക് കൊണ്ടുവന്നു. Destroying the devil from our life. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിശാചിനെ നശിപ്പിച്ചിരിക്കുന്നു. Destroying the author of death. മരണത്തിന്റെ അധികാരി അവൻ ഇല്ലാതെയാക്കിയിരിക്കുന്നു. Destroying the author of sickness. രോഗത്തിന്റെ അധികാരി അവൻ നീക്കിയിരിക്കുന്നു. Destroying every affliction in us. നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടതകളെയും തകർത്തിരിക്കുന്നു. For the great deliverance He has given us tonight, shall we praise Him. ഈ രാത്രികാലം അവൻ നമുക്ക് നൽകിയ വൻ വിടുതലിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah. Praise the Lord. 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 Yes, Jesus is our mediator now, having risen from the dead, having completed, finished all things for us on the cross of Calvary. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കാൽവരി ക്രൂശിൽ അവൻ സകലവും നിവർത്തിച്ചതുകൊണ്ട് ഇന്ന് അവൻ നമുക്ക് മധ്യസ്ഥനായിരിക്കുന്നു. Mediator of the New Testament. He is the one bringing peace, and He is the one fulfilling, not only making peace and reconciling us with God, He is fulfilling every word that He has spoken in His New Testament. അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. അവൻ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകിക്കൊണ്ട് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ ഈ പുതിയ നിയമത്തിൽ കൂടെ അവനോട് അരുളി ചെയ്ത ഓരോ വചനവും അവൻ നിവൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. No word will be without power. ഒരു വാക്കുപോലും ശക്തിയില്ലാത്തതല്ല. He will confirm it with signs following. അത് അത്ഭുതങ്ങൾ അതിന് പിന്തുടർന്ന് വരുന്ന അത്ഭുതങ്ങളാൽ അവൻ അത് ഉറപ്പിക്കും. He is also a high priest. അവൻ ഒരു മഹാപുരോഹിതനുമാണ്. Right hand of the Father. പിതാവിന്റെ വലഭാഗത്ത് To intercede for you and I. അവൻ നിങ്ങൾക്കും എനിക്കും വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നു. Till we are saved to the uttermost. നാം മുற்றிലും രക്ഷിക്കപ്പെടുന്നത് വരെ, Till we become perfect as He is perfect. അവൻ സമ്പൂർണ്ണരായിരിക്കുന്നത് വരെ, നാം പൂർണ്ണത പ്രാപിക്കുന്നത് When വരെ. Jesus comes, യേശു വരുമ്പോൾ we are going to be caught up. നാം എടുക്കപ്പെടുവാൻ പോകുന്നു. In a moment, in a way. കണ്ണുവെക്കുന്നതിനിടയിൽ We will be with Him eternally in Zion, and New Jerusalem shall be praised. നാം അവനോടുകൂടെ എന്നും എന്നേക്കും സിയോനിലും യെരൂശലേമിലും ആകുവാൻ പോകുന്നു. അതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം.